Hello all students, welcome back. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 JEE Main Session 2 April 1 Shift 2 Mathematics Solution ആണ്. Myself Irshad Ibrahim here from Brilliant Study Center Pala. Okay, so നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the largest n belongs to natural number such that 3 raised to n divides 50 factorial is. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അത്രയും ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ലെജൻഡ്രേസ് ഫോർമുല എന്ന് പറയും, അല്ലെങ്കിൽ ലെഗൻഡ്രേസ് ഫോർമുല എന്ന് പറയും. ആ ഫോർമുല ഞാൻ എന്താണെന്ന് പറയാം. ആ ഒരു വാല്യൂനെ ഞാൻ വി എന്ന് വിളിക്കുവാണെങ്കിൽ വി ഈസ് നത്തിങ് ബട്ട് സിഗ്മ ഐ ഫ്രം 1 to infinity GIV ഓഫ് n by p raised to i. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഇവിടെ n എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഈ ഒരു ഫാക്ടോറിയൽ ഇല്ലേ, അതാണ് നമ്മുടെ n. ഓക്കെ, പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈം, ഈ 3 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ പ്രൈം എന്ന് പറഞ്ഞാൽ P3 ആണ് ആൻഡ് n എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പം നമ്മുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ വി ഈസ് ഈക്വൽ ടു സമ്മേഷൻ കൊടുത്താൽ മതി. സോ സമ്മേഷൻ ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ 50 by 3 raised to 1 അതിൻ്റെ GIV പ്ലസ് GIV ഓഫ് 50 by 3 square പ്ലസ് 50 by 3 cube പ്ലസ് 50 by 3 raised to 4 പ്ലസ് എക്സെട്ര ടിൽ ഇൻഫിനിറ്റി വരെ പോകും. സോ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 by 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 48 by 3 16 ആണ്. അപ്പോൾ 50 by 3 എന്ന് പറഞ്ഞാൽ 16 point something ആണ്. അപ്പോൾ 16 point somethingൻ്റെ GIV എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. പ്ലസ് 50 by 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9. അപ്പോൾ 50 by 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 45 by 9 5 ആണ്. അപ്പോൾ 50 by 9 എന്ന് പറഞ്ഞാൽ 5 point something ആ വരിക. അപ്പോൾ അതിൻ്റെ GIV എടുക്കുമ്പോൾ 5 എന്ന് വരും. 16 plus 5. അതേപോലെ 50 by 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. സോ 50 by 27 എന്ന് പറഞ്ഞാൽ 1 point something ആണ് വരിക. കാരണം 54 by 27 2 ആണ്. അപ്പോൾ അതിൻ്റെ GIV എന്ന് പറഞ്ഞാൽ 1 ആണ്. ആൻഡ് 3 raised to 4 we all know it is 81. സോ 50 is a number less than 81. സോ ഇതിൻ്റെ GIV എടുക്കുകയാണെങ്കിൽ 0. ഇതിന് ശേഷം ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂയുടെ GIV എടുക്കുകയാണെങ്കിലും it will be 0. സോ പ്ലസ് 0. So this is nothing but 16 plus 5 is 21 plus 1 is 22. So our answer will be 22. So option ഉണ്ട്, option 2 is the answer. Answer is 22. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ വിൽ ഗോ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോണിക് സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൈപ്പർബോളയിലെ ക്വസ്റ്റ്യൻ ആണ്. So let one focus of the hyperbola h x square by a square minus y square by b square equal to 1. ഓക്കെ, ഒരു ഹൈപ്പർബോള തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോക്കസ് √10, 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഹൈപ്പർബോളയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഗിവൺ ആണ്. സോ ഫോക്കസ് ഗിവൺ ആണെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ്ലി AE ഈക്വൽ ടു √10 ആണെന്ന് നമുക്ക് കിട്ടി. ആൻഡ് കറസ്പോണ്ടിങ് ഡയറക്ട്രിക്സ് ബി x is equal to 9 by √10. അപ്പോൾ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് A by B നമുക്ക് 9 by √10 എന്ന് ഗിവൺ ആണ്. ബാക്കി വായിച്ചു നോക്കാം. ഇഫ് E and L respectively are the eccentricity and the length of lattice rectum ആയിക്കോട്ടെ of the hyperbola, then 9 into E square plus L ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ രണ്ട് ഇൻഫോർമേഷൻ വെച്ച് നമ്മൾക്ക് ഇവിടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം L എന്ന് പറഞ്ഞാൽ L equal to 2B square by A. അതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. സോ അത് കണ്ടുപിടിക്കണമെന്നെങ്കിൽ നമുക്ക് ബിയും എയും വേണം. സോ ബി എ ഇവിടെ ഗിവൺ അല്ല, പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തേക്കാം. സോ ഈ ക്യാൻസൽ ഔട്ട് ആയി പോവും, √10 ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും, അത് മൾട്ടിപ്ലൈ ചെയ്താൽ. അടുത്ത നമ്മൾക്ക് E ആണ് വേണ്ടത്. A സ്ക്വയർ 9 കിട്ടിയാൽ നമ്മൾക്ക് E കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അത് തിരിച്ച് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ നമ്മൾക്ക് ഇവിടെ എത്ര കിട്ടും? എനി ഐഡിയ? √10 by 3 എന്ന് കിട്ടും. E എന്ന് പറഞ്ഞാൽ √10 by 3 എന്ന് കിട്ടും. നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. A സ്ക്വയർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ A3 ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എവിടെ വേണേലും ഇട്ട് കൊടുക്കാം.
3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ √10/3 എന്ന് കിട്ടും ഇ. അപ്പം നമുക്ക് എ സ്ക്വയർ കിട്ടി, ഇ കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇ സ്ക്വയറിൻ്റെ നമുക്ക് വന്നാൽ ഇ സ്ക്വയറും കൂടി കിട്ടുമല്ലോ. ഇ സ്ക്വയറാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10/9. ഓക്കെ, ഇ സ്ക്വയറും കിട്ടി. ഇനി എൽ മാത്രം കിട്ടിയാൽ മതി. എൽ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ആര് വേണം? എ വേണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇ സ്ക്വയർ ഈക്വൽ ടു 1 + b²/a². ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്താൽ നമ്മൾക്ക് എ കിട്ടും. സോ ഇ സ്ക്വയർ നമുക്കറിയാം 10/9 ഈക്വൽ ടു 1 + b² ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 10/9 b²/9 എന്ന് പറഞ്ഞാൽ b²/9 എന്ന് പറഞ്ഞാൽ നമുക്ക് 10/9 - 1 എന്ന് പറയാൻ പറ്റും. സോ b²/9 എന്ന് പറഞ്ഞാൽ 10 - 9 ദാറ്റ് ഈസ് 1/9. സോ b² എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. b² എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. സോ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടി. അത്രയും ഇൻഫർമേഷൻ കിട്ടിയാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കണ്ടുപിടിക്കാനേ ഉള്ളൂ? എൽ കണ്ടുപിടിക്കാനേ ഉള്ളൂ. സോ എൽ എന്ന് പറഞ്ഞാൽ 2 × b². വാട്ട് ഈസ് അവർ b²? 1/a. a is 3. സോ എൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 2/3 എന്ന് കിട്ടി. എൽ എന്ന് പറഞ്ഞാൽ 2/3 എന്ന് കിട്ടി. സോ ഇനി നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആൻസറാണ് 9 × e² + l. സോ 9 × e² എന്ന് പറഞ്ഞാൽ 10/9 പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ 2/3. സോ ഇത് ചെയ്യാൻ എളുപ്പമാണ്. 9 × 10/9 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 9 × 2 എന്ന് പറഞ്ഞാൽ 18. 18/3 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 10 + 6 16. സോ 16 ഈസ് അവർ ആൻസർ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ 3. അപ്പോൾ ഇത് കോണിക് സെക്ഷനിൽ നിന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അത്രയും ഒരു റോക്കറ്റ് സയൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർമുല. ഈവൺ യൂഷ്വലി കോണിക് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗറൊക്കെ വരക്കാനുണ്ടാവും. ഇവിടെ നമുക്ക് ഫിഗർ പോലും വരക്കേണ്ട ആവശ്യമില്ല, സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഫോക്കസ് അറിയാം, ഡയറക്ട്രിക്സ് അറിയാം. അത് വെച്ച് നമ്മൾ എ ബി കണ്ടുപിടിച്ചു, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കണ്ടുപിടിച്ചു, പിന്നെ ഇവർ തന്ന ഈ ഒരു റിലേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഇറ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ദ നമ്പർ ഓഫ് സീക്വൻസ് ആൻഡ് സീരീസ് അല്ല, ഇത് പെർമുട്ടേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ബട്ട് ബേസിക്കലി ദിസ് ഈസ് പെർമുട്ടേഷൻ. സോ നമ്പർ ഓഫ് സീക്വൻസ് ഓഫ് 10 ടേംസ്. ഓക്കെ, 10 ടേംസ് ഉണ്ടാവും. സോ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ whose terms are either 0. അപ്പോൾ ഇവിടെ വരാവുന്ന ടേം either 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം. ദാറ്റ് കണ്ടെയ്ൻ എക്സാക്ട്ലി 5 1. ഓക്കെ, 1 5 തവണ വരണം, 2 ആൻഡ് എക്സാക്ട്ലി 3 2s. അപ്പോൾ ഇത് 3 തവണ വരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ 0 2 തവണ. ടോട്ടൽ 10 ടേംസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് എത്ര രീതിയിൽ പെർമുട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ബേസിക്കലി 10 സ്പേസസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 10 ഫാക്ടോറിയൽ ബൈ ആരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 5 ടൈംസ്, 5 ഫാക്ടോറിയൽ. 2 how many times? 3 times, 3 ഫാക്ടോറിയൽ. 0 2 times, 2 ഫാക്ടോറിയൽ. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സർ 0 ഈ പ്ലേസിൽ വരാൻ പറ്റുമോ? കുഴപ്പമില്ല, ബിക്കോസ് ദിസ് ഈസ് നോട്ട് എ നമ്പർ, ദിസ് ഈസ് ജസ്റ്റ് എ സീക്വൻസ്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തുടക്കത്തിൽ 0 വരുന്നതിന് കുഴപ്പമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ 5 ഫാക്ടോറിയലും 10 ഫാക്ടോറിയലും കട്ടായി പോയാൽ ഇവിടെ 6 × 7 × 8 × 9 × 10 ആയിരിക്കും വരിക. ഇൻ ദി ഡിനോമിനേറ്റർ 3 ഫാക്ടോറിയൽ 6 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്. സോ 6ഉം 6ഉം അഗെയിൻ കട്ട്, 2ഉം 4 കട്ട്. സോ 7 × 4 28 എന്ന് വരും. 28 × 9 എന്ന് പറഞ്ഞാൽ 28 × 10 280 ആണ്. സോ 280 മൈനസ് 28 എന്ന് പറഞ്ഞാൽ 252 ആണ്. ഇൻറ്റു 10 2520. സോ ദി ആൻസർ ഈസ് 2520. സോ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തുടക്കത്തിൽ 0 വരാം, ഈ ഒരു പ്ലേസിൽ 0 വരാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് വാസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 വായിക്കുകയാണെങ്കിൽ ലെറ്റ് f from R to R be a twice differentiable function.
ഓക്കെ, സോ ഇത് ബേസിക്കലി നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ഇക്വേഷനും അതുപോലെ തന്നെ ഡിഫറൻസിയേഷനും ട്രിഗ്നോമെട്രിയും കണക്ട് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ sin x cos y ഇൻടു എഫ് ഓഫ് 2x പ്ലസ് 2y മൈനസ് എഫ് ഓഫ് 2x മൈനസ് 2y. അപ്പോൾ ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ sin x cos y ഇൻടു എഫ് ഓഫ് 2x പ്ലസ് 2y എന്ന് പറയുമ്പോൾ sin x cos y ഇൻടു എഫ് ഓഫ് 2x പ്ലസ് 2y മൈനസ് sin x cos y ഇൻടു എഫ് ഓഫ് 2x മൈനസ് 2y. ഇതാണ് എൻ്റെ LHS. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുവാണ്, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു RHS നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, cos x sin y ഇൻടു എഫ് ഓഫ് 2x പ്ലസ് 2y. സോ ദാറ്റ് ഈസ് ബേസിക്കലി cos x sin y ഇൻടു എഫ് ഓഫ് 2x പ്ലസ് 2y again cos x sin y ഇൻടു എഫ് ഓഫ് 2x മൈനസ് 2y. സോ അവിടെ സെപ്പറേറ്റ് ചെയ്യുന്ന സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ഇവിടെ മൈനസ് ആയിരുന്നു. സോ അവിടെ പ്ലസ് cos x sin y ഇൻടു എഫ് ഓഫ് 2x മൈനസ് 2y. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതാണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് എഫ് ഡാഷ് ഓഫ് 0 ഗിവൺ ആണ്, അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 5π/3 ആണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ആരാന്നറിയണം, എഫ് ഓഫ് എക്സ് കിട്ടണം. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടാൻ വേണ്ടി ഈ ഫംഗ്ഷണൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എഫ് ഓഫ് 2x പ്ലസ് 2y നമുക്ക് ഒരു സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 2x പ്ലസ് 2y ഉണ്ട്, ഇവിടെയും എഫ് ഓഫ് 2x പ്ലസ് 2y ഉണ്ട്. അപ്പോൾ ഈ ടേം ഇങ്ങോട്ട് കൊണ്ടുവരാം ഞാൻ. സോ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം അതായത് ഇതിനെ ഇവിടെയും കൊണ്ടുവരികയാണ്. സ്ലൈറ്റ്ലി റീഅറേഞ്ച് ചെയ്തതാണ്, വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതായത് എഫ് ഓഫ് 2x പ്ലസ് 2yൻ്റെ ടേംസ് മൊത്തം നമ്മൾ ഒരു സൈഡ് കൊണ്ടുവന്നു. ഈ മൈനസ് അവിടെ പോകുമ്പോൾ ഈ സൈഡ് പോകുമ്പോൾ പ്ലസ് ആവും. സോ ഇവിടെ നമുക്ക് എഫ് ഓഫ് 2x പ്ലസ് 2y കോമൺ ആയി എടുക്കുകയാണെങ്കിൽ sin x cos y മൈനസ് cos x sin y വിച്ച് ഈസ് ബേസിക്കലി sin of x മൈനസ് y ഈക്വൽ ടു എഫ് ഓഫ് 2x മൈനസ് 2y കോമൺ ആയി എടുക്കാം. എഫ് ഓഫ് 2x മൈനസ് 2y കോമൺ ആയി എടുക്കുകയാണെങ്കിൽ cos x sin y പ്ലസ് sin x cos y വിച്ച് ഈസ് ബേസിക്കലി sin of x പ്ലസ് y. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയി ചെറുതായി കാര്യങ്ങൾ. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഈസ് sin of x പ്ലസ് വൈനെ ഞാൻ എഫ് ഓഫ് 2x പ്ലസ് 2y ബൈ sin of x പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2x മൈനസ് 2y ബൈ sin of x മൈനസ് വൈ. നമ്മുടെ ഫങ്ഷണൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ട് റേഷ്യോയും സെയിം ആണ്. സോ ഐ എം ഇക്വേറ്റിംഗ് ഇറ്റ് ടു സം കോൺസ്റ്റൻറ്റ്, ലെറ്റ്സ് കോൾ ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിന് ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ ഞാൻ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി 2x പ്ലസ് 2y ഉണ്ട്, x പ്ലസ് y ഉണ്ട്. അപ്പോൾ 2 കോമൺ ആയി എടുത്താൽ അത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ ഞാൻ 2x പ്ലസ് 2yന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ t ആണ്. സോ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ t/2 എന്ന് കിട്ടും. സോ 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ t. സോ എഫ് ഓഫ് t ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ t/2 സൈൻ t/2 വിച്ച് ഈസ് ഈക്വൽ ടു, അതേപോലെ ഞാൻ 2x മൈനസ് 2yന് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് u. സോ വിച്ച് മീൻസ് 2 ഇൻറ്റു x മൈനസ് വൈ ഈക്വൽ ടു u. സോ x മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എനിക്ക് u/2 എന്ന് കിട്ടും.
സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എഫ് ഓഫ് യു ബൈ സൈൻ യു ബൈ 2 ഈക്വൽ ടു ലാംഡ. സോ ഇവിടെ നോക്കൂ, ഈ ഫംഗ്ഷനും സെയിം തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഓഫ് എക്സ് ബൈ സൈൻ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് വിളിക്കാം. ഇത് രണ്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സോ എനിക്കിവിടെ എഫ് ഓഫ് എക്സ് കിട്ടും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ലാംഡ ഇൻടു സൈൻ എക്സ് ബൈ 2 എന്ന് വിളിക്കാം. ആൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ, യെസ്, എഫ് ഡാഷ് ഓഫ് 0 ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദി പോയിന്റ് 0 വി വിൽ ഗെറ്റിംഗ് 1/2 കിട്ടും. നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ലാംഡ കോൺസ്റ്റന്റ് ആണ്. സൈൻ എക്സ് ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ 2 ഇൻടു കോസ് എക്സ് ബൈ 2. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 1/2 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ലാംഡ ബൈ 2 ഇൻടു കോസ് 0 1 ആണ്. സോ 1/2 ഈക്വൽ ടു ലാംഡ ബൈ 2. സോ ബേസിക്കലി ലാംഡ നമ്മൾക്ക് 1 എന്ന് കിട്ടി. ലാംഡ 1 എന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് എഫ് ഡാഷ് ഓഫ് എക്സിന് എനിക്ക് 1/2 കോസ് എക്സ് ബൈ 2 എന്ന് വിളിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ 1 ആണല്ലോ, 1/2 കോസ് എക്സ് ബൈ 2. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. നമ്മളോട് എന്താ ചോദിച്ചത്? 24 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 5π/3. സോ ബേസിക്കലി നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ -1/4 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 എന്ന് വരും. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോക്കാം. 5π/3. എഫ് ഡബിൾ ഡാഷ് ഓഫ് 5π/3 എന്ന് പറഞ്ഞാൽ -1/4 ഇൻറ്റു സൈൻ 5π/6 എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ബേസിക്കലി -1/4 സൈൻ 5π/6 എന്ന് പറഞ്ഞാൽ ബേസിക്കലി π - π/6 ആണ്. അപ്പോൾ π - π/6 എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ സൈൻ പോസിറ്റീവ് ആണ്. സോ സൈൻ π/6, സൈൻ ഓഫ് π - θ ഈസ് സൈൻ θ. സോ സൈൻ π/6 ദാറ്റ് ഈസ് സൈൻ 30. സൈൻ 30 ഈസ് 1/2. സോ ദിസ് ഈസ് -1/8 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 24 ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 5/3 ആണ്. സോ ദാറ്റ് ഈസ് -1/8. അപ്പോൾ 24/8 3 ആണ്. 24/-8 എന്ന് പറഞ്ഞാൽ -3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ ഉണ്ട്, -3. നമ്മുടെ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. -3 എന്ന് വരും. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ ലെങ്തി ആണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഡൂവബിൾ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂഷ്വലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ this question is a connection between relations and function, trigonometry and continuity, differentiability and methods of differentiation. Okay, അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് എന്താ, ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഗിവൺ, അത് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രേ ഉള്ളൂ, ഡിഫറൻഷ്യബിൾ ആണെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. So this is a question from matrices and determinant. ഒരു മെട്രിക്സ് ഗിവൺ ആണ്. ലെറ്റ് a equal to alpha - 1 6 beta where alpha greater than 0. okay, such that determinant of a equal to 0. okay, so determinant തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാം. so alpha beta -6, so +6 equal to 0. so alpha beta എന്ന് പറഞ്ഞാൽ -6 ആണ്. alpha plus beta equal to 1, അത് ഓൾറെഡി ഗിവൺ ആണ്. so alpha plus beta 1 ആണ്, alpha beta -6 ആണ്. so I will be getting alpha 3 beta -2. ശരിയല്ലേ? alpha 3 beta -2. ഇതിൽ കുഴപ്പമില്ല, കാരണം 3 - 2 is 1, 3 × -2 is -6. അങ്ങനെയാണെങ്കിൽ എൻ്റെ മെട്രിക്സ് എനിക്ക് കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ആൽഫ ഈസ് 3 - 1 6 -2 എന്ന് കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. നമ്മൾക്ക് 1+ അല്ലെങ്കിൽ i+a⁻8 ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ചെയ്താൽ അതിലെന്തായാലും a ഉണ്ടാവും, a² ഉണ്ടാവും, a³ ഉണ്ടാവും,
a⁴ ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ആണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലത്തെ കേസസിൽ a² എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ 3 - 1 6 - 2 into 3 - 1 6 - 2. സോ ഇതും ചെയ്ത് നോക്കാം. 3 into 3 9 - 6 3 എന്ന് കിട്ടും. 3 into -1 -3 -1 എന്ന് കിട്ടും. 6 into 3 18 -12 6 എന്ന് കിട്ടും. -2 എന്ന് കിട്ടും. സോ a² എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾക്ക് a തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ a തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി തന്ന ആളെ എക്സ്പാൻഡ് ചെയ്യാം. I + a all raised to 8. അപ്പോൾ I + a all raised to 8 എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷൻ. സോ 8c0 + 8c1 a + 8c2 a² + etc. + 8c8 a⁴ എന്ന് എഴുതാം. സോ 8c0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടുത്തെ കേസിൽ അത് ബേസിക്കലി I ആണ്. പ്ലസ് ഇത് I എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ 1 ആയി തന്നെയാണ് ട്രീറ്റ് ചെയ്യുക മെട്രിക്സിൻ്റെ കേസിൽ. സോ 1+ ആണ് ചോദിച്ചത്, കുഴപ്പമില്ല. 1 + a all raised to 8ൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ 8c0 1 അത് I ആണ്. ആൻഡ് ഒരു കാര്യം ചെയ്യാം, ഇവിടെ 8c1 a + 8c2 a² എന്ന് പറഞ്ഞാൽ a തന്നെയാണ്. പ്ലസ് എക്സെട്ര 8c8 a⁴ എന്തായിരിക്കും? a തന്നെയായിരിക്കും. അപ്പോൾ എല്ലാ ടേംസിലും a ഉണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 0 0 1 ആണ്. പ്ലസ് a എല്ലായിടത്തും കോമൺ ആയി ഉണ്ട്. അപ്പോൾ a നമുക്ക് കോമൺ ആയി ഉള്ള a എഴുതാം. 3 - 1 6 - 2. പിന്നെ നമുക്ക് a കോമൺ ആയി എടുക്കുകയാണെങ്കിൽ പിന്നെയുള്ളത് ഇതിൻ്റെ സമ്മേഷനാണ്. 8c1 + 8c2 etc. till 8c8. ഇത് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് 1 0 0 1 + 3 - 1 6 - 2 nc0 + nc1 + etc. till ncnൻ്റെ സം 2 raised to n ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 2 raised to 8 - 1 ആണ്. അപ്പോൾ 2 raised to 8 എന്ന് പറഞ്ഞാൽ 256 ആണ്. -1 255. അപ്പോൾ 255 into 3. അപ്പോൾ 250 into 3 എന്ന് പറഞ്ഞാൽ 750 765 + 1 766 ആയിരിക്കും ആ ഫസ്റ്റ് ടേം. സോ ഇവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ 4 ആണെന്ന്. ബാക്കിയൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ആളെ മാത്രം, ഈ ഒരു എലമെൻറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. ആ ഒരു ഫസ്റ്റ് റോയിലുള്ള ആ ഒരു എലമെൻറ്റ്. ബേസിക്കലി നമ്മൾ ചെയ്തത് 1 + 3 4 4 into അല്ലെങ്കിൽ ഇത് 2 raised to 8 256 -1 255 into 3 765 + 1 766. സോ നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. 766 ഇവിടെ ഏതെങ്കിലും വരും. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല, കാരണം 766 എന്നുള്ള ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ആൻസർ. സോ 7 if θ belongs to closed interval -2π to 2π, the number of solutions of 2 √2 cos square theta plus 2 - √6 cos theta minus √3 is equal to 0 is equal to. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാം. സോ 2 √2 cos square theta പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. 2 cos theta minus √6 cos theta minus √3 equal to 0. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഐദർ നിങ്ങൾക്ക് കോസ് തീറ്റനെ ടി വിളിച്ച് ഫാക്ടറൈസ് ചെയ്യാം, അല്ലാത്ത നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ 2 cos theta minus √3 √2 cos theta plus 1 equal to 0. യെസ്, ഇങ്ങനെ വരും ഫാക്ടറൈസ് ചെയ്താൽ. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 2 cos theta into √2 cos theta 2 √2 cos square theta 2 cos theta into 1 2 cos theta minus √6 cos theta minus √3 equal to 0. ഫാക്ടറൈസ് ചെയ്തു. സിമ്പിളാണ്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് വെച്ച് സോൾവ് ചെയ്യാം, കുഴപ്പമില്ല, എങ്ങനെയും ചെയ്യാം. സോ 2 cos theta minus √3 0 എന്ന് പറഞ്ഞാൽ cos theta എന്ന് പറഞ്ഞാൽ √3/2 ആയിരിക്കും.
റൂട്ട് 2 കോസ് തീറ്റ പ്ലസ് 1 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ -1/√2 ആയിരിക്കും. അപ്പോൾ നമുക്കിത് കിട്ടി. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ്റെ ഫോമുലയൊന്നും യൂസ് ചെയ്യാത്ത തന്നെ നമുക്കിത് ചെയ്യാം സിമ്പിളായി. കാരണം -2π to 2π ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോസ് തീറ്റ അതായത് കോസ് തീറ്റ √3/2 ആവണത് എവിടൊക്കെയാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. കോസ് തീറ്റ √3/2 0 to 2π 2 തവണ ആവുള്ളൂ. അതായത് കോസ് പോസിറ്റീവ് ആവണ സ്ഥലത്ത്. കോസ് പോസിറ്റീവ് ആണ് എവിടൊക്കെയാ? ഒന്ന് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഒന്ന് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ 0 to 2π 2 തവണ ആവുന്നുണ്ട്. അപ്പോൾ -2π 4 തവണയാവും. സോ ഇവിടെ 4 സൊല്യൂഷൻസ് ഉണ്ടാവും. ആൻഡ് കോസ് തീറ്റ -1/√2. കോസ് നെഗറ്റീവ് ആവുന്ന എവിടൊക്കെയാ? സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ 0 to 2π 2 times and 0 to -2π 2 times. So again 4 solutions. ഇങ്ങനെ സിമെട്രി വെച്ച് ചെയ്യാം. സോ ദി നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 8 സൊല്യൂഷൻ. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യൂണിറ്റ് സർക്കിൾ വെച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ്റെ ഫോമുല വെച്ച് ചെയ്യാം. പക്ഷേ അത് ആക്ച്വലി സിലബസിൽ നിന്ന് ഡിലീറ്റഡ് ആണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഫോമുല ഇല്ലാത്ത തന്നെ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് A1, A2, A3 be in an AP such that sigma k from 1 to 12 A 2k minus 1 is equal to -70. ഒരു കാര്യം ചെയ്യാം, A1 എന്നൊന്നും വിളിക്കാൻ ഒരു സുഖമില്ല. ഞാൻ A1-നെ A എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ആൻഡ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കേക്ക് 1 കൊടുക്കുകയാണെങ്കിൽ 2 × 1 -1. അപ്പോൾ A1 പ്ലസ് 2 × 2 4 -1 A3 പ്ലസ് എക്സെട്രാ പ്ലസ് 24 A23 ഈക്വൽ ടു -72/5 A എന്ന് വരും. ആൻഡ് A1, A2, A3 AP-ലാണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് D ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A1-ഉം A3-യും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2D ആയിരിക്കും. കാരണം A1, A2, AP-ലാണ് കോമൺ ഡിഫറൻസ് D ആണെങ്കിൽ A1-ഉം A3-യും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് 2D ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് എടുക്കാം. ഇവിടെ 12 ടേംസ് ആണുള്ളത്. സോ n/2 × 2a + n-1 × D. സോ 12/2 × n/2 × 2a. So 2a plus n-1 into D. So 11 into 2D equal to -72/5 A എന്ന് വരും. സോ 12/2 6 ആണ്. 6 into 2a. അപ്പോൾ 6 into 2a എന്ന് പറഞ്ഞാൽ 12a. 11 into 2 24D ആണ്. അപ്പോൾ 24 into 6. അപ്പോൾ 24 into 6, 20 into 6 120, 4 into 6 24. So 144D equal to -72/5 A എന്ന് വരും. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 11 into 2D എന്ന് പറഞ്ഞാൽ 22D, 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 into 22, അവിടെ തെറ്റി, 6 into 22. അപ്പോൾ 6 into 22 എന്ന് പറഞ്ഞാൽ നമുക്ക് 20 into 6 ചെയ്യാം. 120, 6 into 2, 132D എന്നാണ് വരിക. 132D. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യണ കാര്യം 12a + 72/5 A equal to -132D. 5 into 12a 60a plus 72a. 60a plus 72a എന്ന് പറഞ്ഞാൽ 132a/5 equal to -132D. So there is a very beautiful cancellation. 132. അങ്ങനെയാണെങ്കിൽ എനിക്ക് A equal to -5D എന്നൊരു ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു 132 ക്യാൻസലായി പോയത് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഐ എം ഗോയിങ് ഇൻ ദി റൈറ്റ് പാത്ത്. ഇവിടെ എവിടെയും തെറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ 0 വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് A1 + A2 + എക്സെട്രാ + AN 0 വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. സോ n/2 into 2a plus n-1 into D which is equal to 0. ആൻഡ് n ഒരിക്കലും 0 ആവില്ല. സോ n/2 അവിടെ പോകുമ്പോൾ ക്യാൻസലായി പോകും. സോ 2a plus n into D, ND
മൈനസ് ഡി ഈക്വൽ ടു 0. എ എന്ന് പറഞ്ഞാൽ എനിക്ക് -5d ആണെന്നറിയാം. എ എന്ന് പറഞ്ഞാൽ -5d ആണെന്നറിയാം. അപ്പോൾ അത് കൊടുക്കുവാണ്. അപ്പോൾ 2 ഇൻറ്റു -5d -10d പ്ലസ് ND മൈനസ് ഡി ഈക്വൽ ടു 0. ഇവിടെ 2 അൺനോൺ ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ അത് ക്യാൻസലായി പോകും ആക്ച്വലി. -10d മൈനസ് ഡി, സോ ദാറ്റ് ഈസ് -11d. അപ്പോൾ ND ഈക്വൽ ടു 11d. സോ ഡിയും ഡിയും കട്ടായി പോയാൽ N വിൽ ബി ഈക്വൽ ടു 11. യെസ്, ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സീക്വൻസ് ആൻഡ് സീരീസ്. അതുകൊണ്ടാണ് എപ്പോഴും പറയണത് സീക്വൻസ് ആൻഡ് സീരീസ് ഒരു ഈസി ചാപ്റ്റർ ആണെന്ന് നമ്മൾ എപ്പോഴും പറയണത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മെയിൻ നമുക്ക് വേണ്ട നോളേജ് എന്ന് പറഞ്ഞാൽ A1 A2 A3 AP-ലാണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് D ആണെങ്കിൽ A1 A3 അങ്ങനെ പോകുമ്പോൾ കോമൺ ഡിഫറൻസ് എന്തായി വരും? 2D ആയി വരും. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 8. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. അപ്പോൾ f(x) = 2x³ - 9ax² + 12a² x + 1. ഓക്കെ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരു അൺനോൺ ഉണ്ട് a, വേർ a greater than 0 attains its local maximum and local minimum values at p and q. ഓക്കെ, അപ്പോൾ മാക്സിമം പിയിലും മിനിമം ക്യൂലുമാണ് സച്ച് ദാറ്റ് p² = q. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ വെച്ച് എയുടെ വാല്യൂ കിട്ടുമായിരിക്കും. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയാൽ f(3) ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ സിമ്പിൾ, നമുക്ക് f(x) ആദ്യം എഴുതാം. സോ f(x) ഈസ് നത്തിങ് ബട്ട് 2x³ - 9ax² + 12a² x + 1. സോ നമുക്ക് f(x) കണ്ടുപിടിക്കാം. 2x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 × 2 6x² - 18ax + 24 അല്ല, അവിടെ 24 എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ, a². സോ 12a². ഇങ്ങനെയാണ് വരിക. സോ f(x) എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കോമൺ ആയി എടുക്കാം. 6 കോമൺ ആയി എടുത്താൽ x² - 6 × 3 ആണല്ലോ 18. സോ -3ax + 6 കോമൺ ആയി എടുത്താൽ 2a². അപ്പോൾ ഇത് നമ്മൾക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഇത് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. അത് വെച്ച് ഇത് എവിടെയൊക്കെയാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് അത് വെച്ച് നോക്കി നമുക്ക് മിനിമം മാക്സിമം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഐദർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വെച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്ത് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. സോ നമുക്കിവിടെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. f(x) = 6 ഇൻറ്റു നമുക്ക് x - a ഇൻറ്റു x - 2a വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. x ഇൻറ്റു x x², x ഇൻറ്റു -2a -2ax -ax or -3ax -a ഇൻറ്റു -2a 2a². യെസ്, ഫാക്ടറൈസേഷൻ കറക്റ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ a greater than 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനേക്കാളും വലുത് തന്നെയായിരിക്കും 2a. അപ്പോൾ ഇവിടെ a, ഇവിടെ 2a. അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്. സോ എൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരുന്നു -∞ ടു a തൊട്ട് താഴോട്ടേക്ക് ഡിക്രീസിങ് ആണ്. സോ ഇവിടെ എനിക്കൊരു മാക്സിമം ഉണ്ട്. ആൻഡ് ഡിക്രീസിങ് ആയിരുന്നു 2a വരെ, 2aക്ക് ശേഷം ഇൻക്രീസിങ് ആയിരുന്നു. സോ 2aയിൽ എന്തുണ്ട്, മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. സോ ലോക്കൽ മാക്സിമം ഉള്ളത് എവിടെയാണെന്നാണ് പറഞ്ഞേ, p. അപ്പോൾ p എന്ന് പറഞ്ഞാൽ എനിക്ക് a എന്ന് കിട്ടി. ലോക്കൽ മിനിമം ഉള്ളത് q. അപ്പോൾ q എന്ന് പറഞ്ഞാൽ 2a എന്ന് കിട്ടി. q എന്ന് പറഞ്ഞാൽ 2a എന്ന് കിട്ടി. There is a relation p² = q. So that is a² = 2a. And a greater than 0 എന്ന് given ആണ്. a greater than 0 ആയതുകൊണ്ട് എനിക്കിവിടെ റൂട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് a² - 2a = 0, a ഇൻറ്റു a - 2 = 0. അപ്പോൾ ഐദർ a 0, പക്ഷേ a greater than 0 തന്നിട്ടുണ്ട്. സോ എയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി, 2 ആണെന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ 2 ആണ്, സിൻസ് a greater than 0. നമ്മളോട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫംഗ്ഷൻ എനിക്ക്
എഴുതാം. ഫംഗ്ഷൻ ആരാ നോക്കാം. സോ നമുക്ക് എ കിട്ടി 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x³ മൈനസ് 9ax² പ്ലസ് 12a² എക്സ് പ്ലസ് 1. എയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x³ മൈനസ് 18x² പ്ലസ് 48x പ്ലസ് 1. എഫ് ഓഫ് 3 ആണ് ചോദിച്ചത്. സോ 3³ is 27 into 2 54 minus 3² 9 9 into 18 18 into 10 180 minus 18 that is minus 162 plus 48 into 3 40 into 3 120 18 into 3 24 plus 144 plus 1. So this is basically 37. So answer is option 4. Option 4 37 is the right answer. So application of derivative എന്നുള്ള question ആണ്. Simple. So going to the next question. So കോംപ്ലക്സ് നമ്പറിലെ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ലെറ്റ് Z be a കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് മോഡ് Z is equal to 1. അപ്പോൾ മോഡ് Z equal to 1 എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന ഒരു റിലേഷൻ ഉണ്ട്. Z into Z bar 1 ആയിരിക്കും. അതെങ്ങനെ മനസ്സിലായി? കാരണം വി ഹാവ് എ റിലേഷൻ Z into Z bar എന്ന് പറഞ്ഞാൽ മോഡ് Z². അപ്പോൾ മോഡ് Z1 ആണെങ്കിൽ മോഡ് Z² 1 ആയിരിക്കും. അപ്പോൾ Z into Z bar 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Z bar എന്ന് പറഞ്ഞാൽ 1/Z എന്ന് എനിക്ക് വിളിക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. If 2 plus k² Z, അപ്പോൾ 2 plus k² Z by k plus Z bar എന്ന് പറഞ്ഞാൽ 1/Z equal to kz. So 2 plus k² Z by kz plus 1. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇവിടുന്ന് ഡയറക്റ്റ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. kz into k, that is k² Z 1/Z into kz. 1/Z into kz എന്ന് പറഞ്ഞാൽ z കട്ടായി പോവും, പ്ലസ് k എന്ന് വരും. സോ k² Z കട്ടായാൽ k will be equal to 2. കെയുടെ വാല്യൂ കിട്ടി. അത് നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അടുത്തത് then the maximum distance of k plus ik² എന്ന് പറഞ്ഞാൽ എൻ്റെ കോംപ്ലക്സ് നമ്പർ k2 ആണ്. അപ്പോൾ 2 plus 4i ഈ ഒരു കോംപ്ലക്സ് നമ്പർ, ഇതിനെ ഞാൻ whatever Z1 എന്ന് വിളിക്കുന്നു. Z1 2 plus 4i from the circle. So Z minus 1 plus 2i equal to 1. ഈ സർക്കിളിൽ നിന്ന് ഈ കോംപ്ലക്സ് നമ്പറിലോട്ടുള്ള മാക്സിമം ഡിസ്റ്റൻസ്. സോ 2 plus 4i എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിളിച്ചു. ഇത് 2,4 ആണ്. ആൻഡ് സർക്കിളിൻ്റെ 1 plus 2i, അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ P. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 1,2 ആൻഡ് സെൻറ്ററിന് ഞാൻ C എന്ന് വിളിക്കുന്നു. ഓക്കെ, C 1,2 ആൻഡ് സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. So this is basically equation of a circle. So Z minus Z1 is equal to R². ആ ഒരു ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ, ഇതാണ് റേഡിയസ്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് 2,4ൽ നിന്ന് സർക്കിളിലോട്ടുള്ള മാക്സിമം ഡിസ്റ്റൻസ്. സോ ഇഫ് ദിസ് ഈസ് മൈ സർക്കിൾ, ഇഫ് ദിസ് ഈസ് മൈ പോയിന്റ്, മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോവുക. അപ്പം നമുക്ക് ബേസിക്കലി ഇവിടെ ചെയ്യേണ്ട കാര്യം സെൻട്രൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ OC കണ്ടുപിടിക്കാം ആൻഡ് റേഡിയസ് 1 ആണ്. 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ OC നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ OC എന്ന് പറഞ്ഞാൽ 2 minus 1 റൂട്ട്. അപ്പോൾ 2 minus 1 എന്ന് പറഞ്ഞാൽ 1². 4 minus 2, so that is 2², 4. So OC √5 ആണ്. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ OC plus 1 അതായിരിക്കുമല്ലോ മാക്സിമം ഡിസ്റ്റൻസ്. ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലോട്ട് വരക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് സർക്കിളിൻ്റെ എൻഡ് വരെ വരക്കണം. അപ്പോൾ ഫുൾ ഡയമീറ്ററും പ്ലസ് ഈ ഡിസ്റ്റൻസ് വരും. പക്ഷേ ഈ പോയിന്റ് നമുക്കറിയില്ല. OC ഡിസ്റ്റൻസ് അറിയാം പ്ലസ് റേഡിയസ്. ബാക്കി എങ്ങനെ വരച്ചാലും അത് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ആൻസർ വിൽ ബി √5 plus 1. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ആൻസർ. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ നമ്പർ 10. ഓക്കെ സ്റ്റുഡൻസ്, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 വെക്ടറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. If A is a non-zero vector such that its projections on the vector 2i minus j plus 2k, I plus 2j minus 2k and k are equal, then
എ യൂണിറ്റ് വെക്ടർ അലോങ് എ ഈസ്. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ എ എന്ന് പറയുന്ന വെക്ടറിനെ തൽക്കാലം അതെന്താണെന്ന് നമുക്കറിയില്ല. എ എന്ന് പറയുന്ന വെക്ടർ എന്താണെന്ന് അറിയില്ല. സോ നമുക്ക് വെക്ടർ എ എന്ന് പറഞ്ഞാൽ A1 I cap പ്ലസ് A2 J cap പ്ലസ് A3 K cap എന്ന് വിളിക്കാം. ആൻഡ് ഒരു കാര്യം ചെയ്യാം. ബി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് 2I മൈനസ് J പ്ലസ് 2K അതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. ആൻഡ് സി എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ I പ്ലസ് 2J മൈനസ് 2K എന്ന് വിളിച്ചു. ആൻഡ് ഡി എന്ന് പറയുന്ന വെക്ടറിനെ K cap എന്ന് വിളിച്ചു ഞാൻ. ഓക്കെ ഫൈൻ. ആൻഡ് ഇവിടെ തന്നത് പ്രൊജക്ഷൻസ്. നമുക്കറിയാം പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നുള്ള കാര്യം എ ഡോട്ട് ബി ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു എ ഡോട്ട് സി ബൈ സി വിച്ച് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഡി ബൈ ഡി. ഇത്രയും ഇൻഫോർമേഷനാണ് നമുക്കിവിടെ ഗീവൺ. ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് എ എന്ന വെക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും 2A1 മൈനസ് A2 പ്ലസ് 2A3 by magnitude of B, that is 3, which is equal to A dot C ചെയ്യാം. A dot C ചെയ്യുമ്പോൾ A1 plus 2A2 minus 2A3 by 3. ഇനി A dot D ചെയ്യാം, which is nothing but A3. അപ്പോൾ നമുക്കിതിവിടെ സോൾവ് ചെയ്യാൻ സിമ്പിളാണ്. നമുക്ക് 2A1 മൈനസ് A2 പ്ലസ് 2A3 ഈക്വൽ ടു 3A3 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2A1 മൈനസ് A2 മൈനസ് A2 എന്ന് പറഞ്ഞാൽ 3A3 മൈനസ് 2A3 A3. സോ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അത്രയും ഇൻഫോർമേഷൻ കിട്ടി. അടുത്ത ഇക്വേഷൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. സിമിലർലി അടുത്ത ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ A1 പ്ലസ് 2A2 മൈനസ് A3. സോ A3 ഇൻറ്റു മൈനസ് 2 അല്ലേ നമ്മൾ ചെയ്തത് A ഡോട്ട് സി. സോ ദിസ് ഈസ് മൈനസ് 2A3 ഈക്വൽ ടു 3A3 എന്ന് കിട്ടും. സോ A1 പ്ലസ് 2A2 എന്ന് പറഞ്ഞാൽ 5A3 ആണ്. സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ആദ്യത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതുന്നു. 2A1 മൈനസ് A2 ഈക്വൽ ടു A3. സെക്കൻഡ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2A1 പ്ലസ് 4A2 ഈക്വൽ ടു 10A3. ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ മൈനസ് A2 മൈനസ് 4A2 മൈനസ് 5A2 മൈനസ് 9A3. സോ A2 എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് 9A3 ബൈ 5. A2 എന്ന് പറഞ്ഞാൽ എനിക്ക് 9A3 ബൈ 5 എന്ന് എഴുതാൻ പറ്റും. സിമിലർലി എനിക്ക് A1 കണ്ടുപിടിക്കാം. അപ്പം എൻ്റെ ആദ്യത്തെ ഇക്വേഷൻ 2A1 മൈനസ് A1 പ്ലസ് 2A2 A1 പ്ലസ് 2A2 എന്ന് പറഞ്ഞാൽ 5A3 ആണ്. അപ്പോൾ A2 എന്ന് പറഞ്ഞാൽ 9A3 ബൈ 5 ആണ്. അപ്പോൾ A1 പ്ലസ് 19A3 ബൈ 5 ഈക്വൽ ടു 5A3. സോ ഞാൻ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 5A1 പ്ലസ് 18A3 ഈക്വൽ ടു 25A3 എന്ന് കിട്ടും. സോ വിച്ച് മീൻസ് A1 ഈക്വൽ ടു 25 മൈനസ് 18 ഈസ് 7A3 ബൈ 5 എന്ന് കിട്ടും. സോ എനിക്കിവിടെ A2 കിട്ടി 9A3 ബൈ 5. ഓൾസോ ഐ ഗോട്ട് A1 7A3 ബൈ 5. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ A1
A3 5 ആയിരിക്കും. സോ A1 എനിക്ക് 7ഉം അതുപോലെ തന്നെ A2 വിൽ ബി 9 ആൻഡ് A3 വിൽ ബി 5. ഈ 3 റിലേഷൻ വെച്ച് എനിക്ക് ഇതും കൂടി കണ്ടുപിടിക്കാൻ പറ്റും. സോ A1 A2 A3 കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വെക്ടർ കിട്ടൂലേ. സോ വെക്ടർ കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 7i + 9j + 5k √155 എല്ലാത്തിലും ഉണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആയിരുന്നു ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസ്ഡ് ഓൺ സിമെട്രിക്, റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. സോ നമ്മുടെ ഗിവൺ റിലേഷൻ നമുക്ക് ലെറ്റ് എ ബി ദി സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻ എഫ് ഫ്രം z to z ആൻഡ് ആർ ബി എ റിലേഷൻ ഓൺ എ സച്ച് ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു. സോ നമ്മുടെ ഗിവൺ റിലേഷൻ നമുക്ക് നോക്കാം. ആർ ഈക്വൽ ടു എഫ് കോമ ജി ദാറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു ജി ഓഫ് 1 ആൻഡ് അതുപോലെ തന്നെ എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് 0. ഇതാണ് നമ്മുടെ ഗിവൺ റിലേഷൻ. ഓക്കെ ഫൈൻ. സോ നമ്മളോട് ഇതിൻ്റെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. സോ ആദ്യം ഞാൻ എന്ത് ചെക്ക് ചെയ്യുകയാണ്? റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യുകയാണ്. റിഫ്ലെക്സീവ്. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട കാര്യം ആർ ഇസ് ഇക്വൽ ടു എഫ് കോമ എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് 1 ആൻഡ് എഫ് ഓഫ് 1 വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് 0. സോ ഇവിടെ നോക്കൂ, എഫ് ഓഫ് 0 എഫ് ഓഫ് 1 ആണ്, എഫ് ഓഫ് 1 എഫ് ഓഫ് 0 എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് അല്ലേ? നോ, കാരണം എഫ് ഓഫ് 0ഉം എഫ് ഓഫ് 1ഉം ഈക്വൽ ആണ്. എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 0 ഈക്വൽ ആണ്. പക്ഷേ എന്ന് വെച്ച് എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 1 ഈക്വൽ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? എഫ് ഓഫ് 2 എഫ് ഓഫ് 1 ആണെന്ന് പറയാൻ പറ്റുമോ? എഫ് ഓഫ് 3 എഫ് ഓഫ് 2 എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് z to z ആണ്. അപ്പോൾ ഒരു കേസ് മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മൾക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റൂല. അതായത് ഇപ്പം നമ്മുടെ സെറ്റിൽ എ ബി സി ഉണ്ടെങ്കിൽ നമ്മുടെ റിലേഷനിൽ എ കോമ എ ഉണ്ടെന്ന് വെച്ച് മാത്രം അതെന്താവത്തില്ല, റിഫ്ലെക്സീവ് ആവില്ല. എന്തൊക്കെ വേണം? ബി കോമ ബിയും വേണം, സി കോമ സിയും വേണം. അപ്പോൾ ഒറ്റൊരു കേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ z to z ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തല്ല, ദിസ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് അല്ല. ഇനി നമുക്ക് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സിമെട്രിക്. സോ ആർ ഇസ് ഇക്വൽ ടു എഫ് കോമ ജി ചെക്ക് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് 0 ജി ഓഫ് 1 ആണ് ആൻഡ് എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് 0. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ എഫ് ജി ഇതാണെന്നുണ്ടെങ്കിൽ ജി എഫും ആയിരിക്കണം. സോ ജി കോമ എഫ് നമുക്ക് എടുക്കാം. ജി കോമ എഫ് എടുക്കുമ്പോൾ ജി ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 1, ജി ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് 0. സോ ഇവിടെ നമുക്ക് നോക്കാം, എഫ് ഓഫ് 0 ജി ഓഫ് 1 ആണ്, എഫ് ഓഫ് 1 ജി ഓഫ് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആണ്. യെസ്, ജി ഓഫ് 0 എഫ് ഓഫ് 1 ആണ്. ജി ഓഫ് 1 എഫ് ഓഫ് 0, ജി ഓഫ് 1 എഫ് ഓഫ് 0. സോ ദാർഫോർ എനിക്കിത് എന്താണെന്ന് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. ഇതെനിക്ക് സിമെട്രിക് ആണെന്ന് പറയാം. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാം. സോ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ആർ ഈക്വൽ ടു എഫ് ജി. സോ എഫ് ഓഫ് 0 ജി ഓഫ് 1 ആണ്, എഫ് ഓഫ് 1 ജി ഓഫ് 0 ആണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ എഫ് ജി നമുക്ക് ജി എച്ച് കൂടി നോക്കാം. അപ്പോൾ ജി എച്ച് എന്ന് പറഞ്ഞാൽ ജി ഓഫ് 0 വിൽ ബി ഈക്വൽ ടു എച്ച് ഓഫ് 1 ആൻഡ് ജി എച്ച് ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എഫ് ജി ചെയ്യുമ്പോൾ എഫ് ഓഫ് 0 ജി ഓഫ് 1 ആയി. അപ്പോൾ ജി എച്ച് ജി ഓഫ് 0 എച്ച് ഓഫ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് 1 ഷുഡ് ബി ഈക്വൽ ടു എച്ച് ഓഫ് 0. സോ എഫ് ജി ആയി, ജി എച്ച് ആയി. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എഫ് കോമ എച്ചും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. സോ എഫ് കോമ എച്ച്. സോ എഫ് കോമ എച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു എച്ച് ഓഫ് 1
and f of 1 should be equal to h of 0. ഇത് ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആയിരിക്കും. സോ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് പ്രൂവിങ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് അല്ല എന്ന് കണ്ടുപിടിക്കാനാണ് എളുപ്പം. നോട്ട് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്താൽ മതി. സോ ജി ഓഫ് 0 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, എഫ് ഓഫ് 1 ജി ഓഫ് 0 എന്ന് ഗിവൺ ആണ്. ആൻഡ് എഫ് ഓഫ് 1 ജി ഓഫ് വേറെ നമുക്ക് ഇവിടെ ജി ഓഫ് 0 ഉള്ള ടേംസ് എവിടെയാണുള്ളതെന്ന് നോക്കാം. ജി ഓഫ് 0 എച്ച് ഓഫ് 1 ആണ്. അപ്പോൾ ജി ഓഫ് 0 എച്ച് ഓഫ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഓഫ് 1 എച്ച് ഓഫ് 1 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ ഗിവൺ കാര്യം എഫ് ഓഫ് 1 എച്ച് ഓഫ് 0 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ വിച്ച് മീൻസ് ഇത് തെറ്റല്ലേ? സോ ഇതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. സോ ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. സോ റിഫ്ലെക്സീവ് എന്തുകൊണ്ടാണ് ഇതല്ലാതായി? കാരണം 0 1 മാത്രമേ സാറ്റിസ്ഫൈ ആവുന്നു കിട്ടിയിട്ടുള്ളൂ. ബാക്കി നമ്പേഴ്സിൻ്റെ കേസ് നമുക്കറിയില്ല. എന്തുകൊണ്ട് സിമെട്രിക് ആയി? എഫ് ജി ബിലോങ്സ് ടു ആർ, ജി എഫ് ഓൾസോ ബിലോങ്സ് ടു ആർ. സോ സിമെട്രിക്. എന്തുകൊണ്ട് ട്രാൻസിറ്റീവ് ആയില്ല? എഫ് ജി ബിലോങ്സ് ടു ആർ, ജി എച്ച് ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എഫ് എച്ച് ഷുഡ് ബി ഓൾസോ ബിലോങ്സ് ടു ആർ. പക്ഷെ ഒരെണ്ണം തെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഒരെണ്ണം തെറ്റെങ്കിൽ ആൻഡ് എവറിത്തിങ് ഈസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ട്രാൻസിറ്റീവ്. സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ട്രാൻസിറ്റീവ് ഇതെന്തായാലും അല്ല. റിഫ്ലെക്സീവ് ഓപ്ഷൻ 3 എന്തായാലും അല്ല. സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഓപ്ഷൻ എയും എന്തായാലും അല്ല. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. സിമെട്രിക് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ്. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ഫോർ ആൽഫ ബീറ്റ ഗാമ ബിലോങ്സ് ടു ആർ ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ സൈൻ ആൽഫ എക്സ് പ്ലസ് ഗാമ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ സൈൻ 2x മൈനസ് ബീറ്റ എക്സ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ we have to find the value of beta plus gamma minus alpha. So let's use the expansion method. Sin x and expansion എന്ന് പറഞ്ഞാൽ x minus x cube by 3 factorial plus etc. e raised to x and expansion എന്ന് പറഞ്ഞാൽ 1 plus x by 1 factorial plus x square by 2 factorial plus etc. എന്ന് നമുക്ക് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ I can write here limit x tends to 0 x square into sin alpha x is nothing but ഈ എക്സ്പാൻഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽഫ എക്സ് എന്ന് എഴുതാം. അടുത്ത ടേംസ് എഴുതി പോകേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എക്സ് ക്യൂബ് എന്ന എന്ത് വന്നു, പവർ വന്നു. അതായത് ഡിഗ്രി നമ്മൾ സെയിം ആക്കാൻ നോക്കും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. പ്ലസ് ഗാമ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 2x. സൈൻ 2xൻ്റെ ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് ക്യൂബ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ സൈൻ 2xൻ്റെ എക്സ്പാൻഷൻ എക്സ് ക്യൂബ് വരെ എഴുതണം. സോ 2x മൈനസ് 8x ക്യൂബ് ബൈ 6 മൈനസ് ബീറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു ആൽഫ എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ എക്സ് ക്യൂബ് പ്ലസ് ഗാമ ഇൻറ്റു 1 ഗാമ പ്ലസ് ഗാമ എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് 2x മൈനസ് ബീറ്റ എക്സ് മൈനസ് 4x ക്യൂബ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ഒരു ഗാമ മൈനസ് 1 ഉണ്ട്. പ്ലസ് എക്സ് ടേംസ് ഇല്ല. പിന്നെ എക്സ് സ്ക്വയർ കോമൺ ആയി എടുക്കുകയാണെങ്കിൽ ഗാമ മൈനസ് 1 വരും. ഗാമ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ എക്സ് ക്യൂബ് ബൈ താഴെ എക്സിൻ്റെ ടേംസ് കമ്പൈൻ ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് 4x ക്യൂബ് ബൈ 3 ഈക്വൽ ടു 3. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. സോ ഇവിടെ ഓൾറെഡി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ലിമിറ്റിൻ്റെ വാല്യൂ ഗിവൺ ആണ്. ഫൈനൈറ്റ് ആണ് ആൻസർ 3. അപ്പോൾ അത് ഫൈനൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായും ഗാമ മൈനസ് 1 ഷുഡ് ബി ഈക്വൽ ടു 0. ഗാമ മൈനസ് 1 ഷുഡ് ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ടേം ഉണ്ടാവത്തില്ല. അതെന്തായാലും ഫൈനൈറ്റ് ആയതുകൊണ്ട് ഗാമ മൈനസ് 1 എന്തായാലും എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഗാമ വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് ഫൈനൈറ്റ് ലിമിറ്റ് ആണ്. സോ ഈ ടേം എന്തായാലും 0 ആയിരിക്കും. സോ 2 മൈനസ് ബീറ്റ വിൽ ബി ഈക്വൽ ടു 0. സോ ബീറ്റ വിൽ ബി ഈക്വൽ ടു 2. സോ ഗാമ കിട്ടി, ബീറ്റ കിട്ടി. അപ്പോൾ അതൊക്കെ 0 ആണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുവാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
alpha x cube by minus 4x cube by 3 equal to 3 എന്ന് വരും എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം ഫൈനൈറ്റ് ലിമിറ്റ് ആണ് 3 എന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ ഈ ഒരു കേസിലാണ് വരിക. സോ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ക്യാൻസലേഷൻ ഉണ്ട്. എക്സ് ക്യൂബ് ക്യാൻസലായി പോയാൽ എനിക്കിവിടെ -3 ആൽഫ ബൈ 4 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. സോ ആൽഫ എന്ന് പറഞ്ഞാൽ -4 എന്ന് കിട്ടും. സോ ഗാമ ബീറ്റ ആൽഫ കിട്ടി. എന്നോട് ചോദിച്ചത് ബീറ്റ പ്ലസ് ഗാമ. സോ 2 പ്ലസ് ഗാമ 1 minus alpha, that is plus 4. So 2 plus 1 3 plus 4 which is equal to 7. So അങ്ങനെ ഒരു ഓപ്ഷൻ, യെസ്, ഓപ്ഷൻ 1 is the answer. നമുക്ക് 7 എന്ന് കിട്ടും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടീസ് ചെയ്യുക. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ദ സിസ്റ്റം ഓഫ് ദി ലീനിയർ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. So 3x plus y plus beta z is equal to 3, 2x plus alpha y minus z is equal to -3, x plus 2y plus z is equal to 4 has infinitely many solution. So that the determinant അപ്പോൾ 0 ആയിരിക്കും. സോ എനിക്ക് 3 2 1 1 ആൽഫ 2 beta -1 1 this will be equal to 0 since is that infinitely many solution. ഇത് D ആണ്. അപ്പോൾ നമുക്കിത് ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക 3 ഇൻറ്റു ആൽഫ ഇൻറ്റു 1 ആൽഫ 2 ഇൻറ്റു -1 -2. സോ ദിസ് ഈസ് 3 ഇൻറ്റു ആൽഫ പ്ലസ് 2 -1 ഇൻറ്റു 2 ഇൻറ്റു 1 2 1 ഇൻറ്റു -1 -1. So that is plus 1 plus beta into 4 minus alpha which is equal to 0. So this is 3 alpha plus 6, 2 plus 1 3, this is -3, 2 plus 1 3 into -1 -3 plus 4 beta minus alpha beta which is equal to 0. So this can be written as 3 alpha plus 4 beta, 6 minus 3 is 3 minus alpha beta plus 3 equal to 0. ഇങ്ങനൊരു ഇക്വേഷൻ വരും. നമുക്ക് ആൽഫയും ബീറ്റയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വരും. ആൻഡ് നമുക്കിനി ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് D3 കണ്ടുപിടിക്കാം. സോ D3 എന്ന് പറഞ്ഞാൽ 3 2 1 1 ആൽഫ 2 D3 എന്ന് പറഞ്ഞാൽ 3 minus 3 4, 3 minus 3 4. സോ D3 കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, ഈ ഒരു ഡിറ്റർമിനൻറ്റ്. സോ D3 is equal to 3 into 4 alpha, 2 into -3 6, so plus 6 minus 1, 2 into 4 8 plus 3, 1 into -3 -3, so 8 plus 3 minus plus 3 into 4 minus alpha. This will be equal to 0. So 3 into 4 alpha. 3 into 4 alpha എന്ന് പറഞ്ഞാൽ എനിക്ക് 12 alpha എന്ന് എഴുതാൻ പറ്റും. And 3 into 6 that is 18. 8 plus 3 that is 11 into -1 -11 plus 3 into 4 that is 12, 3 into minus alpha that is -3 alpha which is equal to 0. So 12 alpha minus 3 alpha എന്ന് പറഞ്ഞാൽ 9 alpha, 12 minus 11 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 ആണ്. അപ്പോൾ 18 plus 1 19. അപ്പോൾ 9 alpha plus 19 equal to 0. So which means I'll be getting alpha equal to -19 by 9. ആൽഫ -19 by 9 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബീറ്റ കിട്ടും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 3 into -19 by 9 plus 4 beta minus alpha is -19 by 9 beta plus 3 equal to 0.
സോ ഞാൻ ത്രൂ ഔട്ട് ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 9 കട്ടായി പോവും. അപ്പോൾ 9 × 3 എന്ന് പറഞ്ഞാൽ 3 × 19. അപ്പോൾ 19 × 3 ദാറ്റ് ഈസ് -57 പ്ലസ് നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. സോ 9 × 4 36 ബീറ്റ പ്ലസ് 19 ബീറ്റ പ്ലസ് 19 ബീറ്റ പ്ലസ് 9 × 3 27 = 0. സോ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 36 ബീറ്റ പ്ലസ് 19 ബീറ്റ. So 36 plus 14 plus 5. So that is, I think this is 55 beta. 55 beta. 27 minus 57. So that is -30. 27 minus 57 എന്ന് പറഞ്ഞാൽ -30, which is equal to 0. So beta equal to 30/55 എന്ന് കിട്ടും. So this is divisible by 5. So 6 5s are 5 6 are 5 11s. So 5/11 not. So beta will be equal to 5/11 alpha minus 19/9 എന്ന് കിട്ടി. അല്ല 6/11 അല്ലേ. സോ 6/11 എന്ന് കിട്ടി. സോ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചെന്താ നോക്കാം. 22 ബീറ്റ മൈനസ് 9 ആൽഫ. സോ 22 ബീറ്റ മൈനസ് 9 ആൽഫയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 22 × 6/11 മൈനസ് 9 × -19/9 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 11 1s are 11 2s are 9ഉം 9ഉം കട്ടായി പോവും. 2 × 6 12 മൈനസും മൈനസും കട്ടായി പോവും. സോ ദിസ് ഈസ് വിൽ ബി ഈക്വൽ ടു 31. 12 + 19. സോ 31 ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഉണ്ട്. യെസ്, ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇതുപോലത്തെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ മെയിൻലി മനസ്സിലാവേണ്ട കോൺസെപ്റ്റ്, നമുക്കറിയേണ്ട കാര്യം, അതായത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് ഗിവൺ ആണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ D0 ആയിരിക്കും, D1 D2 D3 0 ആയിരിക്കും. ആദ്യം നമ്മൾ D0 വെച്ച് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, ആൽഫയും ബീറ്റയും ഉള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പേടിയാവും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ആക്ച്വലി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ D3 കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ ബീറ്റ ഇല്ല, അപ്പോൾ ആൽഫ കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബീറ്റ കിട്ടി. പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റി. ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 50. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 15 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ന്യൂട്ടൺസ് ഫോർമുല, അതായത് ന്യൂട്ടൺസ് തിയറം വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ Pn എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അപ്പോൾ P10 എന്ന് പറഞ്ഞാൽ 123 ആണ്. P9 എന്ന് പറഞ്ഞാൽ 76 ആണ്. P8 എന്ന് പറഞ്ഞാൽ 47 ആണ്. ആൻഡ് P1 is equal to 1. Pn ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ എന്നാണല്ലോ. ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാവിങ് റൂട്ട് 1/α പ്ലസ് 1/β. അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് ലെങ്തി മെത്തേഡ് ഉണ്ട്. വേറൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരെയും സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു റിലേഷൻ കിട്ടും. P10 എന്ന് പറഞ്ഞാൽ ബേസിക്കലി P9 പ്ലസ് P8 ആണ്. Got it? Because 76 plus 47 is 123. അങ്ങനെയാണെങ്കിൽ I can write P10 minus P9 minus P8 which will be equal to 0. അങ്ങനെ കൂടി നമുക്ക് എഴുതാൻ പറ്റും. സോ ന്യൂട്ടൺസ് ഫോർമുല ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് a α² പ്ലസ് b ആൽഫ പ്ലസ് c ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. സിമിലർലി ഐ ക്യാൻ റൈറ്റ് a β² പ്ലസ് b ബീറ്റ പ്ലസ് c ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ആൽഫ റേസ് ടു n-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സെക്കൻഡ് ഇക്വേഷനെ ബീറ്റ റേസ് ടു n-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് ആഡ് ചെയ്യുവാണ്. അങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് a ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n പ്ലസ് b ആൽഫ റേസ് ടു n-1 പ്ലസ് ബീറ്റ റേസ് ടു n-1 പ്ലസ് c
ആൽഫ റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ബീറ്റ റേസ് ടു എൻ മൈനസ് 2 ഈക്വൽ ടു 0. ഇതാണ് ബേസിക്കലി ന്യൂട്ടൺസ് ഫോർമുല. സോ ഇവിടെ ആൽഫ റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ പി റേസ് ടു എൻ എന്ന് ഗീവൺ ആണ്. ആൻഡ് P10 മൈനസ് P9 മൈനസ് P8 ബേസിക്കലി എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഡയറക്റ്റ്ലി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ആവണത് കൊണ്ട് തന്നെ എനിക്കിവിടെ പറയാൻ പറ്റും ഇവിടെ A 1 ആണ്, B -1 ആണ്, C -1 ആണ്. ബിക്കോസ് P10, P9, P8 ജസ്റ്റ് ഫ്രം ന്യൂട്ടൺസ് ഫോർമുല. അതായത് A P റേസ് ടു N പ്ലസ് B P റേസ് ടു N മൈനസ് 1 പ്ലസ് C P റേസ് ടു N മൈനസ് 2 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. സോ ഇത് രണ്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 10, 9, 8 കിട്ടുന്നുണ്ട്. അപ്പോൾ A1 B -1 C -1 എന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇനീഷ്യൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ AX² പ്ലസ് BX പ്ലസ് C ഇക്വൽ ടു 0 എന്നാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് AX² പ്ലസ് BX പ്ലസ് C ഇക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇതിന് വാല്യൂ ഇട്ട് കൊടുത്താൽ x² മൈനസ് x മൈനസ് 1 ഇക്വൽ ടു 0 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ നോക്കും അത് ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷനിലുണ്ട്. പക്ഷെ അത് ആൻസർ അല്ല. കാരണം നമ്മളോട് അതല്ല ചോദിച്ചത്. നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു? 1/α 1/β റൂട്ട് വരുന്നതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ x² മൈനസ് x മൈനസ് 1 ഇക്വൽ ടു 0ൻ്റെ റൂട്ട് ആൽഫ കോമ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/α 1/β റൂട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റീപ്ലേസ് x/1/x ഇൻ ദി ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടാവും. സോ 1/x ഹോൾ സ്ക്വയർ മൈനസ് 1/x മൈനസ് 1 ഈക്വൽ ടു 0. സോ ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ 1/x² മൈനസ് 1/x മൈനസ് 1 ഈക്വൽ ടു 0. ഞാൻ ത്രൂ ഔട്ട് ഒരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 1 മൈനസ് x മൈനസ് x² ഈക്വൽ ടു 0 എന്ന് വരും. ത്രൂ ഔട്ട് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ -x² മൈനസ് x പ്ലസ് 1 ഈക്വൽ ടു 0. ത്രൂ ഔട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ x² പ്ലസ് x മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് എൻ്റെ ആൻസർ. x² പ്ലസ് x മൈനസ് 1 ഈക്വൽ ടു 0. ഓപ്ഷൻ 2 ആയിരിക്കും എൻ്റെ ആൻസർ. x² പ്ലസ് x മൈനസ് 1 ഈക്വൽ ടു 0. സോ ഇത് ന്യൂട്ടൺസ് തിയറം അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഫോർമുല വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യുക. Okay students, so let's go to question number 16. If s and s dash are the foci of the ellipse x² by 18 plus y² by 9 is equal to 1. So a² നമുക്ക് ഇവിടെ കിട്ടി 18, b² we got 9. So which means ഈ എസെൻട്രിസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. എസെൻട്രിസിറ്റി നമ്മുടെ a² ഉം b² ഉം തമ്മിലുള്ള റിലേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് 1/√2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൻഡ് പി ബി എ പോയിന്റ് ഓൺ ദി എലിപ്സ് ദെൻ മിനിമം ഓഫ് എസ് പി ഇൻ ടു എസ് ഡാഷ് പി ആണ് ചോദിച്ചത്. സോ പി എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ എ കോസ് തീറ്റ എ സൈൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. സോ നമുക്ക് എസ് പി ഇൻ ടു എസ് ഡാഷ് പി കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇ പി M1 ഇ പി M2 ഈ റിസൾട്ട് വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കണ്ടുപിടിക്കാം? എസ് പി ഇൻറ്റു എസ് ഡാഷ് പി കണ്ടുപിടിക്കാം. സോ എസ് പി ഇൻറ്റു എസ് ഡാഷ് പി എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു പി M1 എന്ന് പറഞ്ഞാൽ എ ബൈ ഇ മൈനസ് എ കോസ് തീറ്റ ഇ ഇൻറ്റു എ ബൈ ഇ പ്ലസ് എ കോസ് തീറ്റ. ഡയറക്റ്റ് റിസൾട്ടാണിത്. സോ നമ്മളോട് ചോദിച്ചത് മിനിമം ഓഫ് എസ് പി ഇൻറ്റു എസ് ഡാഷ് പി പ്ലസ് മാക്സിമം ഓഫ് എസ് പി ഇൻറ്റു എസ് ഡാഷ് പി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ എസ് പി ഇൻറ്റു എസ് ഡാഷ് പി ഈസ് ഇക്വൽ ടു ഇ പോകുമ്പോൾ എ മൈനസ് എ ഇ കോസ് തീറ്റ. ഇവിടെയും എ പ്ലസ് എ ഇ കോസ് തീറ്റ. സോ ഇവിടെ എസ് പി ഇൻറ്റു എസ് ഡാഷ് പി എന്ന് പറഞ്ഞാൽ a² കോമണായി പുറത്തെടുക്കുകയാണെങ്കിൽ 1 മൈനസ് ഇ കോസ് തീറ്റ 1 പ്ലസ് ഇ കോസ് തീറ്റ എന്ന് വരും. സോ എസ് പി ഇൻറ്റു എസ് ഡാഷ് പി എന്ന് പറഞ്ഞാൽ a² ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a² മൈനസ് b² 1 മൈനസ് e² cos² തീറ്റ എന്ന് വരും. സോ നമുക്ക് എസ് പി ഇൻറ്റു എസ് ഡാഷ് പി കിട്ടി. ഇത് കിട്ടിയാൽ വളരെ സിമ്പിളാണ്.
ബിക്കോസ് നമുക്കിവിടെ എ സ്ക്വയറിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ എ സ്ക്വയർ ഈസ് 18. എ സ്ക്വയർ 18 ആണ്. സോ നിങ്ങൾ നോക്കൂ, എ സ്ക്വയർ 18 ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ വരികയാണെങ്കിൽ 1 മൈനസ് ഇ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത് 0 ആവണം. ഇത് 0 ആകുമ്പോഴേക്കായിരിക്കും നമുക്ക് എന്ത് വരിക, മാക്സിമം വാല്യൂ വരിക. സോ എസ് പി എസ് ഡാഷ് പിയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 18 ആണ്. സിമിലർലി ഇതിൻ്റെ മിനിമം വാല്യൂ വരിക, ഇത് കോസ് സ്ക്വയർ തീറ്റ 1 ആകുമ്പോഴേക്കാണ്. അപ്പോൾ അത് 1 ആകുമ്പോൾ ഈ സ്ക്വയർ നമുക്കറിയാം. സോ 18 ഇൻറ്റു 1 മൈനസ് 1/2. സോ വിച്ച് മീൻസ് 9 എന്ന് കിട്ടും. സോ മിനിമം വാല്യൂ നമുക്ക് 9 എന്ന് കിട്ടും. മിനിമം ഈക്വൽ ടു 9, മാക്സിമം 18 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് സം ഓഫ് മിനിമം ആൻഡ് മാക്സിമം. സോ ബേസിക്കലി 9 പ്ലസ് 80. സോ ആൻസർ ഈസ് 27. യെസ്, ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അപ്പോൾ ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി, ബട്ട് ഈ റിസൾട്ട് ഓർമ്മയുണ്ടാവണം. ഡയറക്റ്റ്ലി എൻ സി ആർ ടിയിൽ പഠിച്ച ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ റിസൾട്ട്സും കൂടി അറിഞ്ഞിരിക്കണം, ബിക്കോസ് എൻ സി ആർ ടിയിൽ ഈ റിസൾട്ട്സ് ഇല്ല. സോ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ലെറ്റ് ദി വേർട്ടിസസ് ക്യൂ ആൻഡ് ആർ ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ ലൈ ഓൺ ദി ലൈൻ. ഒരു ട്രയാങ്കിൾ പി ക്യു ആർ വരക്കാം. ആൻഡ് പി, ഓക്കെ, പിയിലെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് 0, 2, 3. ഇഫ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ഓക്കെ, ആൻഡ് ക്യു ആറിൻ്റെ ലെങ്ത്ത് നമുക്ക് 5 എന്ന് ഗിവൺ ആണ്. സോ പി ക്യു ആർ. ഓക്കെ, ഏരിയ ഓഫ് ദി ട്രയാങ്കിളാണ് ചോദിച്ചത്. സോ ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ബെസ്റ്റ് ഫോമുല എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇതിനെ ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് ഈ ഒരു പോയിന്റിനെ ഞാൻ എം എന്ന് വിളിച്ചു. ആൻഡ് ക്യു ആർ എന്ന ലൈനിൻ്റെ ഇക്വേഷൻ എനിക്ക് ഗിവൺ ആണ്. എക്സ് പ്ലസ് 3/5 ഇസിക്കൽ ടു വൈ മൈനസ് 1/2 ഇസിക്കൽ ടു സെഡ് പ്ലസ് 4/3. സോ വിച്ച് മീൻസ് എനിക്കിവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, അതായത് പാരലൽ വെക്റ്റർ. അതായത് ഇവിടെ പാരലൽ വെക്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ പാരലൽ വെക്റ്റർ ഐ ക്യാൻ ഡയറക്ട്ലി റൈറ്റ് 5i പ്ലസ് 2j പ്ലസ് 3k എന്ന് എഴുതാൻ പറ്റും. ആൻഡ് അതേപോലെ എമ്മിൻ്റെ കോർഡിനേറ്റ് എഴുതാൻ പറ്റും, കാരണം ക്യു ആർ എന്ന ലൈനിൻ്റെ ഇക്വേഷൻ ഗിവൺ ആണ്. സോ ഇതിനെനിക്ക് ലാംഡ എന്ന് വിളിക്കാം. സോ അതായത് എക്സ് പ്ലസ് 3/5 ഈക്വൽ ടു വൈ മൈനസ് 1/2 ഈക്വൽ ടു സെഡ് പ്ലസ് 4/3 ഈക്വൽ ടു ലാംഡ. അങ്ങനെയാണെങ്കിൽ എമ്മിലുള്ള ഓരോ കോർഡിനേറ്റ് എനിക്ക് കണ്ടുപിടിക്കാം. 5 ലാംഡ മൈനസ് 3, 2 ലാംഡ പ്ലസ് 1, 3 ലാംഡ മൈനസ് 4. എമ്മിൻ്റെ കോർഡിനേറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഡെഫിനറ്റ്ലി ഈ വെക്ടറിനെ ഞാൻ എ എന്ന് വിളിച്ചു. അതായത് പാരലായിട്ടുള്ള ക്യു ആറിന് പാരലായിട്ടുള്ള വെക്ടറാണ് 5i പ്ലസ് 2j പ്ലസ് 3k. അത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പി എം നമുക്ക് പി എമ്മിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. സോ 5 ലാംഡ മൈനസ് 3 മൈനസ് 0. സോ അത് 5 ലാംഡ മൈനസ് 3 തന്നെയായിരിക്കും. 2 ലാംഡ പ്ലസ് 1 മൈനസ് 2, 2 ലാംഡ മൈനസ് 1 ആയിരിക്കും. 3 ലാംഡ മൈനസ് 4 മൈനസ് 3, 3 ലാംഡ മൈനസ് 7 ആയിരിക്കും. അപ്പോൾ ഈ ഒരു വെക്ടർ കിട്ടി നമുക്ക്, പി എം വെക്ടർ കിട്ടി. സോ പി എം വെക്ടറും എ വെക്ടറും നമ്മൾക്ക് ഇങ്ങനെയുള്ളതെന്ന് അറിയാം. സോ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 വിച്ച് മീൻസ് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ലാംഡ. സോ എ ഡോട്ട് പി എം നമുക്ക് ചെയ്യാം. സോ 5 ഇൻറ്റു 5 ലാംഡ മൈനസ് 3, ദാറ്റ് ഈസ് 25 ലാംഡ മൈനസ് 15. 2 ഇൻറ്റു 2 ലാംഡ, ദാറ്റ് ഈസ് 4 ലാംഡ. 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. ആൻഡ് 3 ഇൻറ്റു 3 ലാംഡ, ദാറ്റ് ഈസ് 9 ലാംഡ. 3 ഇൻറ്റു മൈനസ് 7 മൈനസ് 21 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. സോ ആ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ 25 ലാംഡ പ്ലസ് 4 ലാംഡ, 29 ലാംഡ പ്ലസ് 9 ലാംഡ, 38 ലാംഡ. minus 15 minus 2 minus 17 minus 17 minus 21, that is minus 38 equal to 0. So lambda will be equal to 1. Lambda value 1 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എമ്മിലെ കോർഡിനേറ്റ് 5 minus 3 അത് 2 എന്ന് വരും. ആൻഡ് 2 plus 1 അത്
3 എന്ന് വരും. 3 - 4 അത് -1 എന്ന് വരും. പിയിലെ കോർഡിനേറ്റ് നമുക്കറിയാം 0, 2, 3. അങ്ങനെയാണെങ്കിൽ പി എമ്മിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം ത്രൂ ഡിസ്റ്റൻസ് ഫോർമുല. 2 - 0 ഹോൾ സ്ക്വയർ 4, 3 - 2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1, -1 - 3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 16. സോ 4 + 1 5, 5 + 16. സോ പി എം എന്ന് പറഞ്ഞാൽ √21 ആണെന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് കിട്ടി, ബേസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ. സോ ഏരിയ ഈസ് ഈക്വൽ ടു, ഏരിയ നമ്മൾക്ക് ഗിവൺ ആണ്, m/n എന്ന് ഗിവൺ ആണ്. m/n ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 5 ആണ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ, ഇൻറ്റു ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു √21. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് m/n ഈക്വൽ ടു 5√21/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2m മൈനസ് 5√21n ഈക്വൽ ടു 0. ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 2m മൈനസ് 5√21n ഈസ് ഈക്വൽ ടു 0. യെസ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് ആൻസർ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. ഈ ഒരു ക്വസ്റ്റ്യനിൽ അത്രയും ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല. ബേസിക് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടാവണം ഇത് പാരലൽ വെക്ടർ ആണെന്ന്. അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 18. Question number 18, let ABCD be a tetrahedron such that the edges AB, AC and AD are mutually perpendicular. Let the areas of the triangle ABC, ACD, ADB be 5, 6, 7 square units respectively. Then the area of the triangle BCD. ഇത് ആക്ച്വലി വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾക്കൊരു ടെട്രാഹെഡ്രോൺ ഗിവൺ ആണ്, അതിൻ്റെ എഡ്ജസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് ഗിവൺ ആണ്, ആൻഡ് 3 ഏരിയാസ് ഗിവൺ ആണ്. 4ാമത്തെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ മതി. ബേസിക്കലി നമ്മളതിനെ ഫൈത്തഗോറസ് തിയറം ഇൻ 3D എന്ന് വിളിക്കും. ഓക്കെ, സോ സിമ്പിളാണ്. സോ ട്രയാങ്കിൾ ബി സി ഡിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ സ്ക്വയർ പ്ലസ് ട്രയാങ്കിൾ എ സി ഡി സ്ക്വയർ പ്ലസ് ട്രയാങ്കിൾ എ ഡി ബി സ്ക്വയർ. ഡയറക്റ്റ് റിസൾട്ടാണ്. സോ ഐ തിങ്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും പെട്ടെന്ന് കിട്ടുക. സോ ബേസിക്കലി 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ, സോ 25 പ്ലസ് 36 പ്ലസ് 49. സോ 40 പ്ലസ് 30 70, 6 പ്ലസ് 9, 6 പ്ലസ് 9 ഈസ് 15, 85 പ്ലസ് 5 90 പ്ലസ് 20 110. √110 ആണ് ആൻസർ. നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. അപ്പോൾ ഏതൊരു ടെട്രാഹെഡ്രോൺ തന്നു, അതിൻ്റെ എഡ്ജസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് തന്നു, ആൻഡ് 3 ട്രയാങ്കിളിൻ്റെ ഏരിയ ഗിവൻ ആണെങ്കിൽ 4ാമത്തെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി എല്ലാ ഏരിയനെ നമ്മൾ റൂട്ട് എടുത്ത് സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 18. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 പോവാണ്. Let A belongs to R and A be a matrix of order 3/3 such that determinant of A -4 ആണ്. A plus I. Okay. So A plus I 1A 1 2 1 0 A1 2 എന്ന് ഗിവൺ ആണ്. സോ ഡയഗണൽ എലമെൻസിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് A കിട്ടും. സോ A എന്ന് പറഞ്ഞാൽ 0 A 1 2 0 0 A 1 1 എന്ന് കിട്ടും. And determinant of A, it is already given, that is equal to -4. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. മൈനസ് A into 2 plus 1 into 2 which is equal to -4. So which means 2 plus 4 6 is equal to, so 2A equal to 6, A equal to 3. നമ്മൾക്ക് A 3 എന്ന് കിട്ടും. സ്മോൾ A 3 എന്ന് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഡിറ്റർമിനൻറ്റ് ഓഫ് A plus 1 A 3 ആണ്. സോ 4 into adjoint of A minus 1 that is 2A. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. സോ നമുക്കിവിടെ ഇത് ചെയ്യാൻ എളുപ്പമാണ്. അതായത് ഇവിടെ കുറച്ച് റിസൾട്ട്സ് നമുക്കറിയണം. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ, അതായത് എൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദി മാട്രിക്സ്. സോ ആ ഒരു റിസൾട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ ഞാനവിടെ 4 പുറത്തെടുത്ത് കൊടുക്കുമ്പോൾ
4/3 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് 2a എന്ന് വരും. ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ, ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് a⁻n−1, ആ ഒരു റിസൾട്ടും കൂടി അറിയണം ഇത് ചെയ്യാൻ. സോ അങ്ങനെയാണെങ്കിൽ 4/3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ, ഡിറ്റർമിനൻറ്റ് ഓഫ് 2a⁻n−1, ഓർഡർ 3 ആയിരുന്നു, അപ്പോൾ n-1 എടുക്കുമ്പോൾ 2 വന്നു. ഇനി ഡിറ്റർമിനൻ്റ് അകത്തൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് പുറത്തോട്ട് വരുമ്പോൾ 2/3 ആവും. സോ 4³ ഇൻറ്റു 2/3 ഹോൾ സ്ക്വയർ, സോ 2/6 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് വരും. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഓൾറെഡി ഗീവൺ ആണ് -4. സോ 4/3 ഇൻറ്റു 2/6 ഇൻറ്റു -4 സ്ക്വയർ, ഇത് ദിസ് ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു 3n ഫോമിലാണെന്ന് ഗീവൺ ആണ്. അപ്പോൾ ആ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ ആൻസറായി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, 4/3 എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് 2/6 ആണ്, ഇൻറ്റു 2/6 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി 2/4 ആണ്, ഈക്വൽ ടു 2m ഇൻറ്റു 3n. 2/6 ഇൻറ്റു 2/6 ഇൻറ്റു 2/4, ദാറ്റ് ഈസ് 2/16. ഇവിടെ 3യുടെ ടേംസ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് 3/0 എന്ന് വിളിക്കാം. 2m ഇൻറ്റു 3n. സോ നമുക്ക് m16 എന്ന് കിട്ടി, n0 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് m+n ചോദിച്ചത്. സോ m+n എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആൻസർ ഈസ് 16 എന്ന് കിട്ടും. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ആൻസർ ഈസ് 16. സോ ഇത് കുറച്ചുകൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ രണ്ട് റിസൾട്ട് അറിയുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിക്കും, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഡൂവബിൾ. Okay students, so let's go to the question number 20. Let the focal chord PQ of the parabola y square is equal to 4x makes an angle of 60 degree with the positive x axis. So നമുക്ക് ഒരു ഫിഗർ വരക്കാം ആൻഡ് ഒരു പാരാബോളയും കൂടി വരക്കാം. ഓക്കെ, ഇതിൻ്റെ ഫോക്കൽ കോഡിനെ പറ്റിയാണ് പറയണത്. സോ ഇതിനെ ഞാൻ Q, ഇതിനെ P എന്ന് വിളിച്ചു. P ലൈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് ഗീവൺ ആണ്. ഇത് നമ്മുടെ S ആണ്. y² ഈക്വൽ ടു 4x ആണ്. അപ്പോൾ y² ഈക്വൽ ടു 4x ആയതുകൊണ്ട് S നമുക്ക് 1,0 എന്ന് കിട്ടും. ആൻഡ് ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി. സോ നമ്മളോട് ഇവിടെ ചോദിച്ച കാര്യം, ഇഫ് ദി സർക്കിൾ വൂസ് 1 ഡയമീറ്റർ ഈസ് PS. അപ്പോൾ PS ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരച്ചാൽ ആ ഒരു സർക്കിൾ y ആക്സിസിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് നമുക്ക് 0,α എന്ന് ഗീവൺ ആണ്. സോ നമ്മളോട് ചോദിച്ചത് 5α² കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ സർക്കിൾ ഉണ്ട്, അത് ഇരുന്നോട്ടെ. പക്ഷേ പാരാബോളക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് P എന്ന പോയിന്റിൽ നിന്ന് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആ സർക്കിൾ മീറ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ തന്നെയായിരിക്കും മീറ്റ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ഒരു പോയിന്റിനെ R എന്ന് വിളിക്കുകയാണെങ്കിൽ PR-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി, നമുക്കിത് ചെയ്യാൻ പറ്റും. PR-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? P വേണം. P കിട്ടാൻ വേണ്ടി നമുക്ക് PS-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. PS-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു, ഇവിടെ സ്ലോപ്പ് 60 ഡിഗ്രിയാണ്, അപ്പോൾ √3 ഇൻറ്റു x-1 എന്ന് വരും. അതുപോലെ തന്നെ പാരാബോളയുടെ ഇക്വേഷൻ അറിയാം, y² ഈസ് ഈക്വൽ ടു 4x. സോ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. 1 and 2 നമുക്ക് സോൾവ് ചെയ്യാം. 1 and 2 സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് x ഈസ് ഈക്വൽ ടു 3,1/3 എന്ന് കിട്ടും. സോ 1/3 എന്തായാലും വരത്തില്ല. സോ 3 നമുക്ക് എടുക്കാം, കാരണം 1,0 ശേഷം വരുന്ന പോയിന്റ്. സോ ഇത് 3, അത് പാരാബോളയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് y കോർഡിനേറ്റും കൂടി കിട്ടും. അത് 2√3, 3,2√3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ P എന്ന പോയിന്റിലുള്ള ടാൻജൻറ്റ്, പാരാബോളയുടെ ടാൻജൻറ്റ് എടുത്താൽ പോരെ. സോ നമുക്ക് y1, അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ 2√3 y ഈക്വൽ ടു 2 ഇൻറ്റു x+3. അപ്പോൾ നമുക്ക് ആരുടെ ഇക്വേഷൻ കിട്ടി? PR-ൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതിൽ നമുക്ക് ആർക്ക് 0 ഇട്ട് കൊടുക്കാം? എക്സിന് 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും. സോ 2√3 ആൽഫ ഈക്വൽ ടു 2 ഇൻറ്റു 3 എന്ന് വരും. സോ ആൽഫ എന്ന് പറഞ്ഞാൽ 2 കട്ടായി പോവും. 3/√3 എന്ന് പറഞ്ഞാൽ √3 ആണ്. സോ ആൽഫ √3 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് 5 ഇൻറ്റു ആൽഫ സ്ക്വയർ. സോ 5 ഇൻറ്റു √3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3. സോ ദി ആൻസർ വിൽ ബി 50. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ
ആൻസർ വരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ മെയിൻലി സർക്കിൾ വെച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, ഡിറൈവ് ഒക്കെ ചെയ്യണം. സോ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരുന്നാൽ മതി. അതായത് നമ്മുടെ ഫോക്കൽ കോഡ് ഉണ്ടെങ്കിൽ ആൻഡ് ഫോക്കസും പി എന്ന പോയിൻറ്റും ഡയമീറ്ററാക്കി നമ്മളൊരു സർക്കിൾ വരക്കുവാണ്. ആ സർക്കിൾ വൈ ആക്സിനെ ടച്ച് ചെയ്യുന്ന അതേ പോയിന്റിലായിരിക്കും പിയിൽ നിന്ന് നമ്മൾ വരക്കുന്ന ടാൻജൻറ്റ് ടച്ച് ചെയ്യുന്നത്. ആ ഒരു പ്രോപ്പർട്ടി അറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 20. ഓക്കെ സ്റ്റുഡൻസ്, സോ ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 21. So let box denotes the greatest integer function. If 0 to e cube GIV of 1 by e raised to x minus 1 dx is equal to alpha minus log 2 to the base e, then alpha cube ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ GIV ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യണം ലിമിറ്റ് അനുസരിച്ച്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷനെ ഞാൻ 1 by e raised to x minus 1 എന്ന് വിളിച്ചു, വിച്ച് ഈസ് നത്തിങ് ബട്ട് e by e raised to x ആണ്. ആൻഡ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. സോ എഫ് ഓഫ് 0 e by e raised to 0, എഫ് ഓഫ് 0 നമ്മൾക്ക് e എന്ന് കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.7. എഫ് ഓഫ് ഇ ക്യൂബ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് ഇ ക്യൂബ് എന്ന് പറഞ്ഞാൽ e by e raised to e cube, which is definitely less than 1. സോ വിച്ച് മീൻസ് എൻ്റെ ഫംഗ്ഷൻ്റെ ഒരു ബിഹേവിയർ എനിക്ക് മനസ്സിലായി, ഒരു ഓൾമോസ്റ്റ് റേഞ്ച് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു റഫ് ഗ്രാഫ് ഞാൻ വരക്കുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ റഫ് ഗ്രാഫ് എനിക്ക് വരക്കാൻ പറ്റും. ഇതുപോലെയായിരിക്കും എൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ആൻഡ് 0-ൽ വാല്യൂ എത്രയാണെന്ന് എനിക്കറിയാം. 0-ൽ വാല്യൂ ഇ ആണെന്ന് കിട്ടി. ആൻഡ് ഇ ബൈ ഇ റേസ് ടി ക്യൂബിൽ ലെസ് ദൻ 1 ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ലെസ് ദൻ 1-ൽ അവിടെ കൊണ്ടുപോയി വെച്ചു. എത്രയാണെന്നറിയില്ല. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ എനിക്ക് 2.7 ആണെന്ന് അറിയാം. അതിന് മുമ്പുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ 2 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഒരാൾ 1 ഉണ്ട്, ഒരാൾ 2 ഉണ്ട്. സോ 1 വിളിച്ചു, 2 വിളിച്ചു. അപ്പോൾ എൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 കിട്ടുന്ന വാല്യൂവിനെ ഞാൻ x1 എന്ന് വിളിച്ചു, 1 കിട്ടുന്ന വാല്യൂവിനെ ഞാൻ x2 എന്ന് വിളിച്ചു. സോ x1ഉം x2ഉം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, എൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇ ബൈ ഇ റേസ് ടു എക്സ് അല്ലേ. സോ എഫ് ഓഫ് എക്സ് എനിക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. 1 എപ്പോഴാണ് കിട്ടുകയെന്ന് നോക്കാം. സോ x1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ ഇ ബൈ ഇ റേസ് ടു x1, ഇ ബൈ ഇ റേസ് ടു x1, ഇ ബൈ ഇ റേസ് ടു x1 എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് 2 കിട്ടണതാണ് ഞാൻ നോക്കണത്. ഈക്വൽ ടു 2. സോ ഇ ഈക്വൽ ടു 2 ഇ റേസ് ടു x1 എന്ന് കിട്ടും. സോ ഇവിടെ എനിക്ക് ഇ റേസ് ടു x1 എന്ന് പറഞ്ഞാൽ ഇ ബൈ 2 എന്ന് എഴുതാം. ഞാൻ ലോഗ് എടുക്കുകയാണെങ്കിൽ x1 ഈക്വൽ ടു x1 ലോഗ് ഇ ഈക്വൽ ടു ലോഗ് ഇ മൈനസ് ലോഗ് 2 എന്ന് എഴുതാൻ പറ്റും. സോ x1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ലോഗ് 2 എന്ന് എഴുതാൻ പറ്റും. സോ എനിക്ക് x1 കിട്ടി. സോ x1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ലോഗ് 2 ആണ്. ഇനി സിമിലർലി എനിക്ക് x2 കണ്ടുപിടിക്കാം. സോ x2 കണ്ടുപിടിക്കാൻ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇ ബൈ ഇ റേസ് ടു x2 നമുക്ക് എത്ര കിട്ടണം? 1 കിട്ടണം. സോ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും x2 വിൽ ബി ഈക്വൽ ടു 1. x2 1 ആയിരിക്കും. സോ x2 1 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നമ്മുടെ ലിമിറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. സോ ലിമിറ്റ് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 ടു 1 മൈനസ് ലോഗ് 2, 1 മൈനസ് ലോഗ് 2. 0 ടു 1 മൈനസ് ലോഗ് 2-ൽ ഈ വാല്യൂ 2 ടു ഇ, ഇതിനകത്തുള്ള എല്ലാ വാല്യൂയുടെയും GIV എത്ര തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. സോ 2 dx പ്ലസ് ഇൻ്റഗ്രൽ ഈ വാല്യൂ, ദിസ് ഈസ് 1 മൈനസ് ലോഗ് 2, 1 മൈനസ് ലോഗ് 2 ടു ദി അപ്പർ ലിമിറ്റ്. അതെത്രയാണെന്ന് നമുക്കറിയാം. 1 മൈനസ് ലോഗ് 2 ടു 1. ഓക്കെ, അത് നമുക്ക് അതിനിടയിലുള്ള വാല്യൂ ഏത് കൊടുത്താലും 1 ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റ് ഇവിടെ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള എല്ലാത്തിൻ്റെയും വാല്യൂ 1 തന്നെയായിരിക്കും.
1dx. ഇതിന് ശേഷം ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അതിൻ്റെ GIV എന്തായാലും 0 ആയിരിക്കും, ബാക്കി മൊത്തം 0 ആയിരിക്കും. സോ ഈ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ ആ ഒരു ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 2x എന്ന് വരും. ആൻഡ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1 മൈനസ് log 2 പ്ലസ് 1dxൻ്റെ x ആണ്. അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 1 മൈനസ് log 2. സോ ഇതിൽ നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 1 മൈനസ് log 2 എന്ന് വരും. പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് log 2 എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2 ഇൻറ്റു 1 2 മൈനസ് 2 log 2 പ്ലസ് 1 മൈനസ് 1 പ്ലസ് log 2. സോ ഇവിടെ ബ്യൂട്ടിഫുൾ ക്യാൻസലേഷൻ ഉണ്ട്. 1ഉം -1ഉം ക്യാൻസലായി പോവും. ആൻഡ് 2 മൈനസ് 2 log 2 പ്ലസ് log 2. സോ 2 മൈനസ് log 2 എന്ന് വരും എൻ്റെ ഫൈനൽ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ പോയി നോക്കാം. ക്വസ്റ്റ്യനിൽ ഗിവൺ യെസ്, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് log 2. നമുക്കിതിനെ കമ്പയർ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് log 2. സോ എനിക്ക് ആൽഫയുടെ വാല്യൂ 2 ആണെന്ന് കിട്ടും. അപ്പോൾ ആൻസർ നമ്മളോട് ചോദിച്ചത് ആൽഫ ക്യൂബാണ് ചോദിച്ചത്. സോ ആൽഫ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. ആൽഫ ക്യൂബ് 8. സോ 8 ഈസ് ദി ഫൈനൽ ആൻസർ ഹിയർ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആൻസർ വിൽ ബി 8. Okay students, so let's go to question number 22. So let f from R to R be a thrice differentiable odd function satisfying f dash of x greater than or equal to 0. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ, ആദ്യത്തെ ഇൻഫർമേഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് ഗിവൺ ആണ്. ഓക്കെ, സോ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഗിവൺ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡും ഒരു എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി എക്സ് ഇസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിന് ടി കൊടുക്കുകയാണെങ്കിൽ ഡി ടി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് വരും. അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയർ ബൈ 2 എന്ന് വരും. സോ ബേസിക്കലി എഫ് ഡാഷ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെയും സെയിം തിങ് തന്നെയായിരിക്കും വരിക, ഇൻ്റഗ്രൽ പ്ലസ് സി എന്ന് വരും. ബൈ 2 എന്നാണ് ഇട്ട് കൊടുത്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം രണ്ട് സൈഡും 2 വരുമ്പോൾ ക്യാൻസൽ ഔട്ട് ആയി പോകും. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് സി ബൈ 2 ഈസ് ഓൾസോ എ സി. സോ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗിവൺ എഫ് ഓഫ് 0 0 ആണ്, എഫ് ഡാഷ് ഓഫ് 0 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ ഈക്വൽ ടു 0 പ്ലസ് സി. സോ സിയുടെ വാല്യൂ എനിക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ 9 ആണെങ്കിൽ എനിക്ക് എൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 9 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ ഇവിടെ പ്ലസോ മൈനസ് ഇടേണ്ട ആവശ്യമില്ല റൂട്ട് എടുക്കുമ്പോൾ? ആവശ്യമില്ല, ബിക്കോസ് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 9 ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ്. ഇത് നേരെ സ്റ്റാൻഡേർഡ് ഫോമിലാണുള്ള. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു എക്സ് പ്ലസ് സി. നമ്മൾ ഓൾറെഡി കൊടുത്തതുകൊണ്ട് ഇവിടെ കെ കൊടുക്കുന്നു. ആൻഡ് ഇവിടെയും നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 0 കൊടുക്കുന്നു. സോ ലോഗ് എഫ് ഓഫ് 0 0 ആണ്. എഫ് ഓഫ് 0 അഗെയിൻ 0 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ലോഗ് 3 എന്ന് കിട്ടും. അപ്പോൾ കെ ലോഗ് 3 ആണെങ്കിൽ എൻ്റെ ഫങ്ഷൻ എനിക്ക് ഒന്നും കൂടി ഞാൻ എഴുതുകയാണ്. എൻ്റെ ഫങ്ഷൻ ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എഫ് ഓഫ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു എക്സ് പ്ലസ് ലോഗ് 3 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ലോഗ് അങ്ങോട്ട് കൊണ്ടുപോയാണ്, ഈ വെച്ച് റേസ് ചെയ്യാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എഫ് ഓഫ് എക്സ്
ഹോൾ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു ഈ വെച്ച് റേസ് ചെയ്യുമ്പോൾ 3e⁻x എന്ന് കിട്ടും. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അടുത്ത ഇക്വേഷൻ 9/√f(x) ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് f(x) ഈക്വൽ ടു 3e⁻x എന്ന് വരും. സോ ആദ്യം ഉണ്ടായിരുന്ന ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഇതെൻ്റെ ഇക്വേഷൻ 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എനിക്കിവിടെ ഒരു ക്യാൻസലേഷൻ ചെയ്യാം. 3 1s 3 3s അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെയാണെങ്കിൽ e⁻x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3e⁻x വിച്ച് ഈസ് ഈക്വൽ ടു √f(x) ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് f(x) എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനെനിക്ക് തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. സെയിം ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്തതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ 1ഉം ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുകയാണ്. സോ ഇവിടെ f(x) കിട്ടണമെങ്കിൽ എനിക്കിത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഞാൻ 1 - 2 സബ്ട്രാക്ട് ചെയ്യുകയാണ്. സോ 1 - 2 ചെയ്യുമ്പോൾ f(x) മൈനസ് f(x) 2f(x) എന്ന് വരും. ഈ റൂട്ടുള്ള ടേംസ് കട്ടായി പോവും. ആൻഡ് 3e⁻x മൈനസ് 3e⁻x. ഇവിടെ 3e⁻x വന്നത് എന്തുകൊണ്ടാണ്? e⁻x അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ e⁻x ആയതാണ്. സോ ഇത്രയും ആൻസർ നമുക്ക് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ f(x)ഉം കിട്ടിയില്ലേ? f(x) എന്ന് പറഞ്ഞാൽ 3e⁻x അല്ലെങ്കിൽ 3 കോമൺ ആയി എടുക്കുവാണെങ്കിൽ 3/2 ഇൻറ്റു e⁻x മൈനസ് e⁻x എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ച കാര്യം എന്താണെന്ന് നോക്കാം. വലിയ ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 9 ഇൻറ്റു f(log3) ആണ് ചോദിച്ചത്. 9 ഇൻറ്റു f(log3). സോ f(log3) നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. സോ f(log3) എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു e⁻log3 അത് 3 ആണ്, മൈനസ് e⁻−log3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ f(log3) ഈക്വൽ ടു 3/2 ഇൻറ്റു 3 - 1/3 9 - 1 3 ഇൻറ്റു 3 9 - 1 8/3 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 8 24 2 ഇൻറ്റു 3 6 24/6 24/6 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ f(log3) എനിക്ക് 4 എന്ന് കിട്ടി. സോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് 9 ഇൻറ്റു f(log3). 9 ഇൻറ്റു f(log3). അപ്പോൾ 9 ഇൻറ്റു f(log3) എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 4. സോ 36 ഈസ് അവർ ആൻസർ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അത്യാവശ്യം ഒരു ലെങ്തി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ആൻസർ ഈസ് 36. 36 ഈസ് ദി ആൻസർ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 23. ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് ആണ് നമ്മളോട് ചോദിച്ചത്. സോ നമുക്ക് ആദ്യം ഗ്രാഫ് വെക്കാം. സോ നമുക്കറിയാം -x² എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡൗൺവേർഡ് പാരാബോളയാണ്. 4 - x² എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. അത് റിഫ്ലക്ഷൻ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പ് വരും. ഓക്കെ, സോ അത് ഞാൻ കുറച്ചും കൂടി വൃത്തിക്ക് വരക്കാം. സോ അങ്ങനെ വരക്കുകയാണെങ്കിൽ എൻ്റെ പാരാബോള എൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഈ ഒരു ഫോമിലായിരിക്കും വരിക. സോ ഇതാരുടെ ഫംഗ്ഷനാണ്? y = mod 4 - x². അവൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ആൻഡ് ഏത് റീജിയനായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഗ്രാഫാണ്? x²-നേക്കാളും കുറവായിരിക്കണം. സോ x² എന്ന കേർവും കൂടി ഞാൻ വരയ്ക്കുകയാണ്. സോ ഇത് ബേസിക്കലി x² ആണ്. ആൻഡ് y < 4. അപ്പോൾ y < 4 എന്ന ലൈൻ വരയ്ക്കുവാണ്. സോ ദാറ്റ് ഈസ് y = 4 എന്ന ലൈൻ വരയ്ക്കുവാണ്. സോ x²-നേക്കാളും ചെറുതാവണം ആൻഡ് 4 - x²-നേക്കാളും ചെറുതായിരിക്കണം. ആൻഡ് y < 4 x > 0. സോ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം.
ഇതാണ് എൻ്റെ റിക്വയർഡ് ഏരിയ. ഈ ഒരു ഏരിയ ആയിരുന്നു ഞാൻ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതിന് മുമ്പ് ഈ പോയിൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാം. ഇത് ഒറിജിൻ ആണെന്നറിയാം. സോ 4 - x², ഇത് -2 ആണെന്നറിയാം, ഇത് 2 ആണെന്നറിയാം. സോ ഇത് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇത് √2 എന്ന് കിട്ടും. അതെങ്ങനെയാണ് √2 എന്ന് കിട്ടുക? ബിക്കോസ് ഈ x²ഉം 4 - x² സോൾവ് ചെയ്താൽ മതി. സോ സിമിലർലി ഇത് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾക്ക് കിട്ടും. അതായത് 4ഉം നമ്മുടെ mod 4 - x² സോൾവ് ചെയ്താൽ 2√2 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ √2 - 2 - 2√2 ബിക്കോസ് ഈ ഒരു ലെങ്ത്, അതായത് ആ റെക്റ്റാങ്കിൾ അല്ല, സോറി, ഇവിടെ ഇങ്ങനൊരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഭാഗം ഇത് നമുക്ക് 2 - 2√2 എന്ന് കിട്ടും. ഇത് 4 എന്ന് കിട്ടും. സോ നമ്മുടെ റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി √2 തൊട്ട് 2 വരെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഫുൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക മൈനസ് ദിസ് ഏരിയ. അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. സോ സിംപ്ലി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഇൻ്റഗ്രൽ √2 to 2 അപ്പർ ഫംഗ്ഷൻ മൈനസ് അപ്പർ കർവ് മൈനസ് ലോവർ കർവ്, x² മൈനസ് ലോവർ കർവ് ആരാ നോക്കാം. 4 - x², ദിസ് ഈസ് 4 - x² dx പ്ലസ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. റെക്റ്റാങ്കിൾ 2 - √2, 2 - 2√2, 2 - 2√2 × 4. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഏരിയ സബ്ട്രാക്ട് ചെയ്യണം. സോ മൈനസ് ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് 2 to 2√2. നമ്മൾ ഈ ഒരു അത് നമുക്കറിയാം x² - 4 ആണ്. അതായത് 2 to 2√2 വരെയുള്ള ഈ ഒരു കേവ്, ആ ഒരു കേവ് നമ്മൾ മോഡ് 4 - x² ആയിരുന്നല്ലോ നമ്മൾ പ്ലോട്ട് ചെയ്തത്. സോ അതവിടെ പോസിറ്റീവായി വരുമ്പോൾ നമുക്ക് x² - 4 dx എന്ന് വരും. സോ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം കംപ്ലീറ്റ് ആണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ. സോ ഫൈനലി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരിക 80√2 /16 - 6 എന്നായിരിക്കും. നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ സിമ്പിൾ ബേസിക് ഇൻ്റഗ്രേഷനാണ്. ലിമിറ്റ് ഇട്ട് കൊടുക്കുക. സോ നമ്മളോട് ഇവിടെ ചോദിച്ചത് ആൽഫ ബീറ്റയാണ്. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 16 + 6 നമുക്ക് 22 എന്ന് വരും. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 23, ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ്. ഓക്കെ, സോ സ്റ്റുഡൻസ് ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 25 ബിക്കോസ് ക്വസ്റ്റ്യൻ നമ്പർ 24 ഇല്ല, അതൊരു ബോണസ് മാർക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ക്വസ്റ്റ്യൻ നമ്പർ 25 നമ്മളോട് ചോദിച്ച കാര്യം ദി അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഓഫ് 2 സർക്കിൾ പാസിംഗ് ത്രൂ ദി പോയിന്റ്. സോ നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ ഒരു സർക്കിൾ ഈസ് പാസിംഗ് ത്രൂ ദി പോയിന്റ് -9,4 ആൻഡ് ടച്ചിങ് ദി ലൈൻ. 2 ലൈനിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ 2 ലൈനിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഗിവൺ ആണ്. സെക്കൻഡ് ലൈൻ x - y - 3 = 0. ഫസ്റ്റ് ലൈൻ x + y - 3 = 0. സോ ക്ലിയർലി ദീസ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ഒരാളുടെ സ്ലോപ്പ് 1ഉം മറ്റൊരാളുടെ സ്ലോപ്പ് -1ഉം. സോ ഈ ഒരു പോയിന്റ് എനിക്ക് a, 0 എന്ന് എഴുതാം. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ നമുക്ക് ക്ലിയർലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടുന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ടാൻജൻറ്റിലോട്ട് വരക്കുന്നത് ഓഫ് കോഴ്സ് റേഡിയസ് ആയിരിക്കും. സോ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. സോ r എനിക്ക് കണ്ടുപിടിക്കാം. r = a - 3/√2 എന്ന് എനിക്ക് റേഡിയസ് കിട്ടും. ആൻഡ് സിമിലർലി ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇക്വേഷൻ വിൽ ബി x - a whole square plus y square is equal to a - 3/√2 whole square എന്ന് വരും. സോ ദിസ് സർക്കിൾ പാസസ് ത്രൂ -9,4. സോ അതും കൂടി ഇട്ട് കൊടുക്കുക. -9 - a whole square plus 4 square is 16 equal to a - 3 whole square by 2.
സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സിമ്പിൾ ക്വാഡ്രാറ്റിക് കിട്ടും. സോ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഇത് സോൾവ് ചെയ്താൽ എ -37 അതുപോലെ തന്നെ എ -5 കിട്ടും. -37 -5 ആയിരിക്കും നമുക്കിവിടെ എക്ക് കിട്ടുന്ന വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ എയുടെ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 റേഡിയസ് കിട്ടും. അതിൻ്റെ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചത്. സോ R1 എന്ന് പറഞ്ഞാൽ -37 -3 40/√2 ദാറ്റ് ഈസ് 20√2 എന്ന് കിട്ടും. -5 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ -5 -3 8/√2. സോ R2 എന്ന് പറഞ്ഞാൽ 4√2 എന്ന് വന്നു. സോ നമ്മളോട് ചോദിച്ചത് അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ റേഡിയസിൻ്റെ സ്ക്വയർ. സോ R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 × 2 800 ആൻഡ് R2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 × 2 32. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 800 - 32 വിച്ച് വിൽ ബി ഈക്വൽ ടു 768. സോ ആൻസർ 768 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ചലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുക. പിന്നെ ഈ ഒരു സെൻറ്റർ ഈ 2 ലൈൻ പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് വരക്കുന്നത് ഇത് ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സോ ഇത്രയാണ് നമ്മുടെ JEE മെയിൻ 2025 April 2 സെഷൻ 1 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനായി നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.